നമ്മുടെ എന്ത് ഡാറ്റയാണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത്, ഇത്രയാണ് ഡാറ്റ കോപ്പി ചെയ്യേണ്ടത്, അത് കോപ്പി ചെയ്തു. ഓൾട്ട് ESB പേസ്റ്റ് സ്പെഷ്യൽ എന്നാണ് ആ ഫംഗ്ഷന്റെ പേര്. നമ്മൾ പേസ്റ്റ് ചെയ്തു. അപ്പം ഫോർമാറ്റും ഈ സെയിം ഫോർമാറ്റിൽ തന്നെ വേണം, ഇക്വേഷൻസ് വേണം. അപ്പം എല്ലാം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസ്ഡ് എന്ന ഇതിന്റെ അടിയിൽ ഓൾ ഫോർമുലാസ്, വാല്യൂസ്, ഫോർമാറ്റ്സ്, കമന്റ് ആൻഡ് നോട്ട്സ്, വാലിഡേഷൻ, ഓൾ യൂസിങ് സോഴ്സ് തീം, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ തൊട്ട് മുന്നേ കോപ്പി ചെയ്ത ഡാറ്റ അതുപോലെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നോർമൽ കൺട്രോൾ വി എന്നുള്ള ഫംഗ്ഷൻ, സെയിം കൺട്രോൾ C കൺട്രോൾ V കോപ്പി പേസ്റ്റ് അതേപടി തന്നെ വർക്ക് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഓൾ ചെയ്യുക. അപ്പം നിങ്ങൾ ചോദിക്കും എന്നാൽ പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി എന്നൊരു ചോദിക്കും. അപ്പൊ ഫോർമാറ്റ്സ് ചിലപ്പോൾ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ എല്ലായ്പ്പോഴും വരണമെന്നില്ല. അപ്പൊ നമ്മൾ അത് അതേപടി പേസ്റ്റ് ചെയ്തു. പിന്നെ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റൈഫന്റെ റിവിഷൻ ഉള്ളത് കൊണ്ട് ഏത് സെല്ലിലേക്കാണോ അത് ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യാൻ വേണ്ടി സെയിം ഓൾട്ട് ES അടിച്ചിട്ട് ഓപ്പറേഷൻസ് ഇപ്പോൾ വാല്യൂ ആണെങ്കിൽ വേറെ ഇക്വേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓപ്പറേഷൻസിൽ പോയിട്ട് ആഡ് എന്ന ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ആ റെസ്പെക്റ്റീവ് ഇതിനോടുകൂടി ആഡ് ആയി വരും. ഓക്കെ, ഇതേപോലെ തന്നെ ഈ സെയിം ഫംഗ്ഷനകത്ത് തന്നെ നമുക്ക് മൈനസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് ഇതിനകത്ത് ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്കൊരു ഒരു 1000 rupees റെഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അപ്പോൾ അയാൾ തന്നെ എടുത്താലും മതി. കോപ്പി ചെയ്യുക, ഇവിടെ വന്നിട്ട് ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ ടോട്ടലിൽ നിന്ന് സബ്സ്ട്രാക്ട് എന്ന് പറയുന്ന ഇത് കുറയ്ക്കുക യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ എമൗണ്ട് എത്രയാണോ അത് കുറയും. ഓക്കെ, ഇതുപോലെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും 25% ഇൻക്രീസ് എന്നുള്ളൊരു ക്രൈറ്റീരിയ ആണെങ്കിൽ നമുക്ക് ഇതേ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഒരു 1.25 അതായത് മൊത്തത്തിന്റെ 1.25 എടുക്കുകയാണെങ്കിൽ സെയിം ഫംഗ്ഷൻ ഓൾട്ട് ESV എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു നേരെ 1.25 ആയിരിക്കും. ഓക്കെ, അതായത് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ സാധനങ്ങൾ, അതായത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം സെയിം ഫോർമാറ്റ്. ഈ ഡാറ്റ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ ഇടാം. ഇനി ഫോർമാറ്റ്സ് മാത്രം മതിയെങ്കിൽ ഇവിടെ ഫോർമാറ്റ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏതാണോ നമ്മൾ തൊട്ട് മുന്നേ കോപ്പി ചെയ്തതിന്റെ ഫോർമാറ്റ്, ബോർഡേഴ്സ് ഒക്കെ വെച്ച് ഹെഡിങ്ങിന് അങ്ങനത്തെ കളറൊക്കെ കൊടുത്ത് അങ്ങനെ വരും. അതല്ല കമന്റ്സ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത്, അതായത് ഒരു ഡാറ്റയെ കോപ്പി ചെയ്തിട്ട് അതിന്റെ എന്ത് രീതിയിൽ ഫോർമുലാസ് മാത്രം മതി. ഇപ്പം സമ്മിന്റെ ഫോർമുല അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫോർമുലാസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഫോർമുലാസ് മാത്രം മതിയെങ്കിൽ നമുക്ക് ഫോർമുലാസ് മാത്രം സെലക്ട് ചെയ്ത്, അതായത് പേസ്റ്റ് സ്പെഷ്യലിൽ ഇങ്ങനെ എന്താണോ നമ്മുടെ റിക്വയർമെന്റ് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അലോങ് വിത്ത് ദാറ്റ് നമുക്ക് എന്തെങ്കിലും ഫിഗേഴ്സ് ഒരു ഫിഗറിൽ നിന്ന് ഒരു കോളത്തിൽ നിന്ന് വേറെ കോളത്തിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ഫംഗ്ഷൻ ഉപയോഗിക്കാതെ വേറെ ലിങ്കോ ഇക്വേഷനോ ഒന്നും വേണ്ടാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ആഡ് കൊടുത്തിട്ട് ആഡ് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ഡിവൈഡ് ഓപ്ഷൻ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഉള്ളത് ട്രാൻസ്പോസ് എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മളെല്ലാം ഒരു വെർട്ടിക്കൽ ആംഗിളിലാണ് നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് നമുക്ക് കിട്ടിയ ഡാറ്റ വെർട്ടിക്കലും നമുക്ക് റിപ്പോർട്ടിൽ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട ഡാറ്റ ഹൊറിസോണ്ടലും ആണ് വേണ്ടതെങ്കിൽ സെയിം പേസ്റ്റ് സ്പെഷ്യലിനകത്ത് തന്നെ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് അത് വന്നു. അതായത് നമുക്ക് ഡാറ്റ വെർട്ടിക്കൽ ആണെങ്കിൽ ഹൊറിസോണ്ടലായി, ഈ ഹൊറിസോണ്ടലി ഉള്ള സാധനങ്ങൾ വെർട്ടിക്കലി ആക്കണമെങ്കിലും ഈ സെയിം സാധനം ട്രാൻസ്പോസ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പം ഒരു ഡാറ്റ നമുക്ക് വേറൊരു രീതിയിലുള്ള അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് വെർട്ടിക്കൽ ഉള്ളത് ഹൊറിസോണ്ടൽ ആക്കാനും ഹൊറിസോണ്ടൽ ഉള്ളത് വെർട്ടിക്കൽ ആക്കാനും പേസ്റ്റ് സ്പെഷ്യലിനകത്ത് ട്രാൻസ്പോസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ ചേച്ചിക്ക് നമ്മളിവിടെ ആക്കി ഇട്ടു, എല്ലാം ഇട്ടു. ഇവിടെ മാത്രം ഒരു പേജ് മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ ടോട്ടൽ ഇട്ടു. നമ്മൾ ഇതിനൊരു ഹെഡിങ് ഒക്കെ കൊടുക്കണം, കാരണം ചേച്ചിക്ക് മനസ്സിലാവണമല്ലോ ഓരോ മാസം ഇതിനകത്ത് തന്നെയാണ് ചെയ്യുന്നുള്ളത്. നമ്മൾ ഹെഡിങ് ഇട്ടു. സീനിയർ ചേട്ടൻ ഫസ്റ്റ് ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ ഫോർമാറ്റിന്റെ കാര്യം. ഞാൻ നേരെ പോയി ജൂലൈ എഴുതി സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ജൂലൈ മാസത്തെ സ്റ്റൈഫൻഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മൾ ചേച്ചിക്ക് കൊടുത്തു. അപ്പം വർക്ക് ചെയ്യുന്നുള്ളൊരു സന്തോഷം, ഞാൻ പുതുതായിട്ട് പഠിച്ചു, ഞാൻ അപ്ലൈ ചെയ്തു, അത് ചേച്ചിക്ക് കൊടുത്തു. അങ്ങനെ ഒരു സന്തോഷത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇതിന് മുന്നത്തെ പാർട്ടി
ഇതിന് മുന്നേ ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ ആ മെയിലിലുള്ള കണ്ടന്റ് തിരിച്ചു വന്നു. എന്തെങ്കിലും ബേസ് സ്പെഷ്യൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എനിവൺ ഓർ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വെക്കണോ? എങ്ങനെയാ ചെയ്യേണ്ടത്? ബേസ് സ്പെഷ്യൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? നോ സർ, ക്ലിയർ. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. നെക്സ്റ്റിലേക്ക് പോകാലോ. ഓക്കെ സർ. ഓക്കെ, അപ്പൊ എനിക്ക് ഒരു റെസ്പോണ്ടന്റിനെ അവിടെ കിട്ടിയിട്ടുണ്ട്, അമ്പാടി. താങ്ക് യു അമ്പാടി. അമ്പാടി ആർട്ടിക്കൽഷിപ്പ് ആണോ ചെയ്യുന്നത്? ആ സർ, അതെ, തുടങ്ങിയിട്ടുള്ളൂ. ശരി, ഫസ്റ്റ് ഇയർ ആണ്. അതെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ക്ലയന്റ് അയച്ചു തന്നു. അപ്പൊ അമ്പാടിക്ക് ഒരു പക്ഷെ ഇങ്ങനെ നമ്മൾ ചോദിച്ചത് എക്സലിലാണെങ്കിലും ക്ലയന്റ് ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു ഫോർമാറ്റിലോ ഡാറ്റ അയച്ചു തന്ന എന്തെങ്കിലും ഇതുവരെ നോട്ട് ചെയ്തിട്ടുണ്ടോ? സർ, അതെ, നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം ഇങ്ങനെ ആയിരിക്കുമല്ലോ ഡാറ്റ. ഒരു ടെക്സ്റ്റ് ഫയലിൽ നമുക്ക് ഡാറ്റ കിട്ടി. അപ്പം എനിക്കിത് പ്രോസസ് ചെയ്യണം. ഞാൻ ഇത് നേരെ കൊണ്ടുപോയി എക്സലിൽ പേസ്റ്റ് ചെയ്തു. കാരണം എക്സൽ ആണല്ലോ. അപ്പം ഇന്നിപ്പം പുതിയതായിട്ട് എക്സലിൽ ക്ലാസ് എടുക്കാമെന്ന് സാറും പറഞ്ഞു. ഓഡിറ്റേഴ്സിന് മസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ CFMs മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് എക്സൽ. ഹെഡിങ് ഒന്നും കൊടുത്തില്ല, ഞാൻ നേരെ കൊണ്ട് എക്സലിൽ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട് ഇവിടെ നമ്പേഴ്സ് വരുന്നില്ല. കാരണം ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇതൊരു സിംഗിൾ ടെക്സ്റ്റ് ഫയലായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു ടെക്സ്റ്റ് ഫയൽ. അപ്പോൾ എനിക്കിത് ബ്രേക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഇത് ഓരോന്നായിട്ട് എനിക്കിപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് കോളം വേണം. അപ്പൊ ഞാൻ എംപ്ലോയി ID, ഇതാണ് എംപ്ലോയി ID. എന്താണെന്ന് എനിക്കറിയാം. നെയിം ഓഫ് ദ എംപ്ലോയി. ഫോർമാറ്റ് എപ്പോഴും എല്ലാ വർക്കിനും ഫോർമാറ്റ് വേണമല്ലോ. ഞാൻ അതിനു വേണ്ടി ഫോർമാറ്റ് ഇട്ടു, കൊടുത്തു. ഞാൻ ബോർഡർ ഒക്കെ ഇട്ടു. ഞാൻ ഷോർട്ട് കട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഷോർട്ട് കട്ട് ഉപയോഗിച്ചു. ഞാൻ ബോർഡേഴ്സ് കൊടുത്തു, എംപ്ലോയി ID കൊടുത്തു. ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ആദ്യം എമൗണ്ട് കട്ട് ചെയ്തു, പേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നേരെ പോയി നെക്സ്റ്റ് ആ കോളത്തിലുള്ള ഡാറ്റ ഞാൻ കോപ്പി ചെയ്തു. അതിനകത്തുനിന്ന് എനിക്ക് എംപ്ലോയി നെയിം ഇങ്ങനെ ഞാൻ കോപ്പി ചെയ്ത് പോകുമ്പോൾ ഇതിപ്പോ ഇത്രയും ചെറിയ ഡാറ്റ ആയതുകൊണ്ട് എനിക്കൊരു പക്ഷെ ഇത് പെട്ടെന്ന് തീരും. ഐ മീൻ കുറച്ച് സമയത്തിനുള്ളിൽ തീരും. ഇനി അങ്ങനെയല്ല, ഇത് ഒരുപാട് ലൈൻസ് ഓഫ് ഡാറ്റ ഉണ്ട്. ലൈക്ക് ഒരു വലിയ ഒരു വർഷത്തെ മൊത്തം പർച്ചേസിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഒരു വർഷത്തെ മൊത്തം ഡാറ്റ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരേപോലെ ഇത് ഓരോന്നായിട്ട് എടുത്ത് എനിക്ക് അടുത്തൊന്നും തീരത്തില്ല. അതായത് ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതിന് എനിക്കുള്ളൊരു ഫംഗ്ഷനാണ് ടെക്സ്റ്റ് ടു കോളം. അതായത് ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള എനിക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ കോളംസിലായിട്ട് ആക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ ഡാറ്റ സെലക്ട് ചെയ്യാം. ഓക്കെ, ഫുൾ ഡാറ്റ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഡാറ്റ എന്ന് പറയുന്ന ഡാറ്റയിൽ ടെക്സ്റ്റ് കോളം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. വിസിബിൾ അല്ലേ? യെസ് സർ. ടെക്സ്റ്റ് കോളം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആണ് അപ്പിയർ ചെയ്യുന്നത്. ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, കൺവേർട്ട് ടെക്സ്റ്റ് ടു കോളംസ് സ്റ്റെപ്പ് 1 of 3. അതായത് 3 സ്റ്റെപ്സിലാണ് നിൽക്കുന്നത്. ചൂസ് ഫയൽ ടൈപ്പ്, അതായത് ടെക്സ്റ്റ് കോളം ആക്കുന്നത് നമുക്ക് രണ്ട് രീതി ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിലിമിറ്റഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഡിലിമിറ്റഡിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംബൽസ്, അതായത് ഞാൻ നെക്സ്റ്റ് ഡിലിമിറ്റഡ് നമ്മൾ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് പോയി. നിങ്ങൾക്ക് ഇവിടെ ഡിലിമിറ്റേഴ്സ് എന്താണ് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം, അതായത് എന്താണ് കോമൺ ആയിട്ടുള്ളത്. നമ്മളിവിടെ എംപ്ലോയി കോഡ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നെയിം കഴിഞ്ഞിട്ട് ഒരു // കാണാൻ പറ്റും. അപ്പോൾ ഇത് കോമൺ ആണ്. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് കോമൺ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് അതേഴ്സിൽ പോയി ഒരു ഹൈഫൺ ഇട്ട് കൊടുത്താൽ മതി. അതായത് ടാബ് അല്ലെങ്കിൽ ഹൈഫൺ, പിന്നെ സ്പേസ്, അതായത് ഈ എംപ്ലോയി കോഡിന് ശേഷം ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാനും കൂടെ നമുക്ക് ഈ ഡിലിമിറ്റഡ് ഉപയോഗിക്കാം, കാരണം കോമൺ ആയതുകൊണ്ട്. സോ ഞാൻ ഇങ്ങനെ കൊടുത്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ ഡിലിമിറ്ററിന്റെ ശേഷവും, അതായത്
എവിടെയാണോ എന്തൊക്കെയാണോ നമ്മൾ ഡിലിമിറ്റർ കൊടുത്തത് അതിനുശേഷം ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. ആ ലൈൻ വരിക എന്ന് പറഞ്ഞാൽ താഴെ വരെ വന്നിട്ടുണ്ടാവും. ഏറ്റവും ബോട്ടം പോവുകയാണെങ്കിൽ അവിടെ വരെ വന്നിട്ടുണ്ടാവും. ഈ ലൈനിന്റെ ആണ് ഓരോ ടെക്സ്റ്റിനെയും ബ്രേക്ക് ചെയ്യുന്ന പാർട്ട്. ഞാൻ നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ വന്നു ഫസ്റ്റ് കോളത്തിൽ ഇത് വരും, സെക്കൻഡ് കോളത്തിൽ ഇത് വരും, തേർഡ് കോളത്തിൽ ഇത് വരും. ഫിനിഷ് കൊടുത്തു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒറ്റ ടെക്സ്റ്റ് ആയിട്ട് വെച്ചിരുന്ന സാധനങ്ങൾ ഇപ്പം 3 കോളത്തിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ടെക്സ്റ്റ് കോളം എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അതായത് ഇപ്പം ഇവിടെ ഒരു കോളത്തിലായി, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഇനി എനിക്ക് എംപ്ലോയി കോഡും കൂടെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി എടുക്കുക. ഇപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു കോളം അഡീഷണലി ആഡ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഡിലിമിറ്റ് ചെയ്യുന്നത് E7 എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ ആ ബാക്ക്സ്ലാഷിന് ഇപ്പുറമുള്ള കോഡ് ഞാൻ ഡിലിമിറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് കോളത്തിലേക്കാണ് അത് വരിക. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നമ്മൾ നേരിട്ട് ടെക്സ്റ്റ് കോളം ഡിലിമിറ്റഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നു, നമ്മൾ സെയിം എടുത്തു, ഓൾറെഡി ഡാറ്റ ഹിയർ, ഡു യു വാണ്ട് ടു റീപ്ലേസ് ഇറ്റ്, അതായത് അത് നെക്സ്റ്റ് കോളത്തിലേക്ക് വരും. ആ കോളത്തിലുള്ള ഡാറ്റ മുഴുവനായിട്ടും ഡിലീറ്റ് ആയി പോവുക ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിനു മുന്നേ എത്രയാണോ നമുക്ക് കോളംസ് ആവശ്യമുള്ളത് ആ ഒരു ഇപ്പൊ എനിക്കൊരു കോളമേ ആവശ്യമുള്ളൂ, ആ ഒരു കോളം ഞാൻ ആഡ് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ പേജ് സ്പെഷ്യൽ എടുക്കുക, സോറി ടെക്സ്റ്റ് കോളം എടുക്കുക. ടെക്സ്റ്റ് കോളം എടുത്തിട്ട് ഡിലിമിറ്റഡ് തന്നെ എടുത്തു. എൻ്റെ കയ്യിൽ എല്ലാം സെലക്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുത്തു, ഫിനിഷ് കൊടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ട ഡാറ്റ എല്ലാമായി ബ്രേക്ക് ചെയ്തു. കോമൺ ഇതുള്ളത് കൊണ്ട് ഞാൻ ബ്രേക്ക് ചെയ്തു. ഇനിയിപ്പം എനിക്കിത് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ഹെഡിങ്സ് കൊടുത്ത് എനിക്ക് ഇതൊരു സമ്മറി പോലെ ആക്കാം. നമ്പർ ഒരു ഫോർമാറ്റ് കൊടുത്തു. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു 1-2 കാര്യങ്ങൾ ഇതാണ്. നമ്മൾ എപ്പോഴും നമ്പേഴ്സ് ഒരു ഇന്ത്യൻ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയ ഒരു രീതിയിൽ ഫോർമാറ്റ് ചെയ്യുന്നത്. സോ കോമാസ് വരുമ്പോൾ നമുക്ക് 1s 10s 100s അങ്ങനെ ഒരു കുറച്ചും കൂടെ റീഡബിൾ ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക, അത് റീഡബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ എപ്പോഴും ഫോർമാറ്റിംഗ് നടത്തുമ്പോൾ ഇങ്ങനെ നമ്പേഴ്സ് കൊടുക്കാൻ, അതായത് ഫോർമാറ്റ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കോളം വളരെ സിമ്പിൾ ആയിട്ട് ടെക്സ്റ്റ് കോളം എടുത്തു. നമ്മൾ അത്രയും വലിയ ഡാറ്റ ഇൻഡിവിജ്വലി കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലാക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. പക്ഷെ അതിന് പകരം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ടെക്സ്റ്റ് കോളം എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതി വളരെ ഫ്യൂ സ്റ്റെപ്സിൽ തന്നെ നമ്മൾ റെഡിയാക്കി. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? അമ്പാടി ചെയ്തിട്ടുണ്ടോ? അമ്പാടി ഇത് ചെയ്തിട്ടില്ല സാർ, പറഞ്ഞത് മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതിനകത്ത് തന്നെ നമുക്ക് ടെക്സ്റ്റ് കോളം ഫംഗ്ഷനകത്ത് തന്നെ ഒരു അഡീഷണൽ ഓപ്ഷനും കൂടെ ഉണ്ട്. അതായത് ഡിലിമിറ്റഡ് അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ലിമിറ്റർ ഒന്നുമില്ല, പക്ഷെ എമൗണ്ട്സ് തമ്മിൽ കറക്റ്റ് ആയിട്ടൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, ലിമിറ്റഡ് അല്ലാതെ നമുക്ക് ഇപ്പം ഒരു പ്രത്യേക സ്പേസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഫസ്റ്റ് ഇത് വെച്ച് തന്നെ കാണിച്ചു തരാം. നമുക്ക് ഒരു പ്രത്യേക സ്പേസ്, ഇവിടെ ഒരു ഡിലിമിറ്റർ ഉണ്ട്. ഒരു ഡിലിമിറ്ററിന് പകരം എനിക്ക് ഈ റീപ്ലേസ് ഫംഗ്ഷൻ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ ഫൈൻഡിൽ തന്നെ Ctrl+F അടിച്ച് ഫൈൻഡ് ചെയ്യുന്നതിനകത്ത് തന്നെ റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് റീപ്ലേസ് വെച്ചിട്ട് നമുക്ക് അതിനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യണം, എന്തെങ്കിലും എൻഡിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് ഹൈഫൺ റീപ്ലേസ് ചെയ്തു. എനിക്ക് ഇങ്ങനെയാണ് ഡാറ്റ കിട്ടിയെന്ന് വിചാരിക്കാം. ഇങ്ങനെ വരുമ്പോൾ എനിക്ക് സ്പേസ് ഒരു ഓപ്ഷൻ ആണ്. ഞാൻ നമ്മുടെ നെക്സ്റ്റ് ഫംഗ്ഷൻ പറയാൻ വേണ്ടിയിട്ട് സ്പേസ് വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ഡിലിമിറ്റർ വെച്ച് തന്നെ സ്പ്ലിറ്റ് ചെയ്യാം. അതല്ലാണ്ട് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. നമുക്ക് ഫിക്സഡ് ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, നമ്മൾ ഫസ്റ്റ് ഡിലിമിറ്റഡ് പറഞ്ഞു, നെക്സ്റ്റ് വൺ ഈസ് ഫിക്സഡ് ലിമിറ്റ്.
ഫിക്സഡ് വിഡ്ത്ത് സെലക്ട് ചെയ്യാം. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ ഡിലിമിറ്റഡിൽ ഏത് ഡിലിമിറ്റർ ആണോ സെലക്ട് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ വന്ന ആ ഒരു പാർട്ടീഷൻ ഇവിടെ ആദ്യമേ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് മൂവ് ചെയ്യാം. അതായത് പുതിയ ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് എത്ര എവിടെ ഏത് വെച്ചാണ് സ്പ്ലിറ്റ് ആവേണ്ടത് അങ്ങനത്തെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് എവിടെ തൊട്ട് എവിടെ വരെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് വലിച്ച് എനിക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഫോർമാറ്റ് യൂണിഫോം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഔട്ട്പുട്ട് ഇതിനകത്ത് കിട്ടത്തില്ല. അതായത് ഇപ്പം ഇതിന് പകരം നമ്മൾ ഇവിടെയാണ് ഇങ്ങനെയാണ് അടുപ്പിച്ചിടുന്നത്, മുകളിലത്തെ ഡാറ്റയ്ക്ക് അനുസരിച്ച് ഇങ്ങനെയാണ് അടുപ്പിച്ചിടുന്നതെങ്കിൽ അവസാനത്തെ ആളുടെ സ്പെല്ലിങ് ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ ഭാവിയിൽ അത് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് നമുക്കത് വർക്ക് ചെയ്യില്ല. അപ്പൊ അത് ഒരേ ഫോർമാറ്റിലുള്ള ഡാറ്റ ആണെന്ന് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് കൊടുത്തു, സെയിം ആദ്യത്തെ കോളത്തിൽ ഇത്, രണ്ടാമത്തെ കോളത്തിൽ ഇത്, ഫിനിഷ്. അപ്പൊ ഇതേപോലെ ബ്രേക്ക് ആയി. ടെക്സ്റ്റ് കോളത്തിന് നമുക്ക് ഡിലിമിറ്റർ, അതായത് ഒരു കോമൺ എന്തെങ്കിലും സിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം. അതല്ല ഒരേ ഫോർമാറ്റിലുള്ള ഡാറ്റയാണ്. ഒരു പെർട്ടിക്കുലർ പോർഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പം GSTN ഇൻവോയ്സ് നമ്പർ ഒരുമിച്ച് വരുന്ന കേസിൽ GSTN എപ്പോഴും 15 ലെറ്റേഴ്സ് ആയിരിക്കും. 15 നമ്പറിന് ശേഷം വരുന്നത് എല്ലാം ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് കോളത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യത്തിന് നമുക്കൊരു കോമൺ ആയിട്ടൊരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു ഡിലിമിറ്റർ ഇല്ലാത്ത കേസുകളിൽ നമുക്ക് ഫിക്സഡ് ലെങ്ത്, അതായത് ഇവിടെ നമ്മൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഡിലിമിറ്റർ ഉണ്ട്, ഫിക്സഡ് ലെങ്ത് ഉണ്ട്. എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള സിമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിലിമിറ്റഡ് യൂസ് ചെയ്യാം. ഒന്നും നമുക്ക് ഇതിനകത്തൊന്നും അല്ലെങ്കിൽ അതേഴ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് സെലക്ട് ചെയ്ത് ഡിലിമിറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാത്ത കേസുകൾ നമ്മൾ ഫിക്സഡ് വിഡ്ത്ത് എടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യുക, എവിടെ തൊട്ട് എവിടം വരെയാണ് ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക, കഴിഞ്ഞു. ഇതാണ് ടെക്സ്റ്റ് കോളം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ടെക്സ്റ്റ് കോളത്തിൽ? ഈ രണ്ട് ഡിലിമിറ്ററിലും ഫിക്സഡ് വിഡ്ത്തിലും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു സമ്മറി ആക്കി ഇതിന് വെച്ചിട്ടുണ്ട്. നോ സർ. ഓക്കെ, ഞാൻ നെക്സ്റ്റിലേക്ക് പോട്ടെ എങ്ങനെയാണെങ്കിൽ. യെസ് സർ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് എനിക്ക് നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ രാവിലത്തെ മീറ്റിംഗിൽ പറഞ്ഞ ക്ലയന്റ് എനിക്ക് ഇങ്ങനെ ഒരു ഡാറ്റ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് എൻ്റെ പാർട്ട്ണർ പറഞ്ഞു ഇതിന്റെ ഒരു പാർട്ടി വൈസ് സമ്മറി ഉണ്ടാക്കാം. നമ്മൾ ആ ഫോർമാറ്റിൽ ആക്കി വെച്ചിരിക്കുന്ന പോലെ എനിക്കൊരു പാർട്ടി വൈസ് സമ്മറി വേണം. സോ എനിക്ക് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് സം ഇക്വേഷൻ യൂസ് ചെയ്യാൻ അറിയാം. സോ ഞാൻ അതിനൊരു സം ഇട്ടു. അപ്പൊ എനിക്കൊരു ടോട്ടൽ സം വന്നു, ടോട്ടലിൽ വന്നു. പക്ഷെ എനിക്ക് പാർട്ടി വൈസ് ആയിട്ടുള്ള സം കിട്ടുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തു, സബ് ടോട്ടൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടി ഇട്ട് നോക്കി. സോ സമ്മിന്റെയും സബ് ടോട്ടലിന്റെയും വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ് ടോട്ടൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സബ് ടോട്ടൽ നിങ്ങളിപ്പം സിംപ്ലി സ്പീക്കിംഗ് സബ് ടോട്ടലിന്റെ ഇക്വേഷൻ പ്ലസ് ഇടുക. നമ്മുടെ എല്ലാ ഇക്വേഷൻസും ഇടുന്ന പോലെ പ്ലസ് ഇടുക. സബ് ടോട്ടൽ സെലക്ട് ചെയ്യാം. ഇതിനുശേഷം നമുക്ക് വലിയൊരു ഡ്രോപ്പ് ഡൗൺ കാണുന്നുണ്ട്. ബസ് കാണുന്നില്ലേ? യെസ് സർ. നമുക്ക് അതിനകത്ത് ആവറേജ്, കൗണ്ട് എ, മാക്സ്, മിൻ, പ്രൊഡക്റ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ, സം, വേരിയൻസ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ താഴോട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പം ആവറേജ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു നമ്മൾ ഫുൾ സെലക്ട് ചെയ്തതിന്റെ ആവറേജ് ഡിവൈഡഡ് ബൈ നമ്പർ, അതാണ് ആവറേജ്. കൗണ്ട് എന്ന് പറയുന്നത് എണ്ണം, കൗണ്ട് എ എന്ന് പറയുന്നത് എണ്ണം തന്നെയാണ്. കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ടെക്സ്റ്റ്, അതായത് നമ്പേഴ്സ് അല്ലാത്തത് ഒന്നും റീഡ് ചെയ്യില്ല. കൗണ്ട് നമ്മളിപ്പോൾ ടെക്സ്റ്റിൽ കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ അതിന് ഇൻറ്റീജേഴ്സ് അല്ലാത്ത, അതായത് നമ്പേഴ്സ് അല്ലാത്ത സാധനങ്ങൾ, ടെക്സ്റ്റ് അതല്ലാതെ മിക്സ് ചെയ്ത് വരുന്ന സാധനങ്ങൾക്കൊക്കെ, ഡാറ്റയ്ക്കൊക്കെ അതിൻ്റെയൊക്കെ കൗണ്ട് എടുക്കാൻ വേണ്ടി കൗണ്ടിന് പകരം കൗണ്ട് എ എന്ന് പറയുന്നത് ഉപയോഗിക്കാം. മാക്സ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കും. എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ടും ചെറിയ വാല്യൂ ആയിരിക്കും. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതായിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും അങ്ങനെ വന്നു. അപ്പൊ ഇതിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഞാൻ സം ഇട്ടു, സമ്മിന്റെ ഇക്വേഷൻ ഇട്ടു. അപ്പം ഈ സബ് ടോട്ടൽ ഫംഗ്ഷനകത്ത് എനിക്ക് ഏത് ഫംഗ്ഷനാണ്, ഏത് ഔട്ട്പുട്ട് ആണ് വേണ്ടതെന്നനുസരിച്ച് നമ്മൾ ഇവിടെ ആ നമ്പർ സെലക്ട് ചെയ്യും. ഇപ്പൊ 9 ആണ് ഇവിടെ വേണ്ടത്. അപ്പൊ ഞാൻ 9 ഇട്ടു. അതിന് പകരം എനിക്ക് ടാബ് ഫംഗ്ഷൻ യൂസ് ചെയ്താലും മതി. അത് പെർട്ടിക്കുലർ സാധനം സമ്മിന്റെ മുകളിൽ സെലക്ട് ചെയ്തതിനു ശേഷം ടാബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 9 അവിടെ വരും, എനിക്ക് സമ്മിന്റെ വരും. ഞാൻ കോമ ഇട്ടു.
ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ റെഫറൻസ് 1, റെഫറൻസ് 2, റെഫറൻസ് 3 ഇങ്ങനെ കോമ ഇട്ട് വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ലൈൻ ഐറ്റംസിന്റെ ആണ് എനിക്ക് സബ് ടോട്ടൽ വേണ്ടതെന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് ഓരോന്നും കോമ ഇടുന്നതിന് പകരം എനിക്കൊരു ഫുൾ ലെങ്ത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്തു. സബ് ടോട്ടൽ വന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സം ഫംഗ്ഷനും സബ് ടോട്ടൽ ഫംഗ്ഷനും ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടും സെയിം ആണ്. ഡിഫറൻസ് എവിടെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമുക്ക് പാർട്ടി വൈസ് സമ്മറി എടുക്കാം. അതിന് മുന്നേ ആണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കൗണ്ട്, സമ്മ്, സബ് ടോട്ടൽ. ഇനി ഇൻ അഡീഷൻ ടു ദിസ് ഞാൻ ഒരു കാര്യം കൂടെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോർട്ട് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻസും കൂടെ ഉണ്ട്. അതായത് സോർട്ട് എന്ന് പറയുന്നത്, ഫിൽട്ടർ എന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഒരു വാല്യൂസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം നിങ്ങൾ ഫിൽട്ടർ പറഞ്ഞുതരാം. ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ നമുക്ക് വേണ്ട ഡാറ്റ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ സെലക്ഷൻ അനുസരിച്ചായിരിക്കും ഫിൽട്ടർ ഇതാക്കുക. നമ്മൾ പകുതിയെ സെലക്ട് ചെയ്തുള്ളെങ്കിൽ ആ പകുതി വരെയുള്ള ഡാറ്റ മാത്രമേ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ വരത്തുള്ളൂ. ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം മതി അതെടുക്കാം. ഡാറ്റയിൽ പോവാം, നേരെ ഫിൽട്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ടേബിളിന്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയൊരു ഡ്രോപ്പ് ഡൗൺ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഞാൻ ഇവിടെ ആ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ താഴോട്ട് വരുവാണെങ്കിൽ സോർട്ട് ഉണ്ട്. സോർട്ട് ഞാൻ നെക്സ്റ്റ് പറയാം. ടെക്സ്റ്റ് ഫിൽട്ടർ ഉണ്ട്. അപ്പൊ ഇവിടെ അഡീഷണൽ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ഈക്വൽസ്, ഡസ് നോട്ട് ഈക്വൽ, ബിഗിൻസ് വിത്ത്, എൻഡ്സ് വിത്ത്, കണ്ടെയ്ൻസ്. അപ്പൊ കണ്ടെയ്ൻസ് ആണെങ്കിൽ എനിക്കിപ്പം കണ്ടെയ്ൻസ് SK എന്ന് കൊടുത്തു കഴിഞ്ഞാൽ SK ഉള്ള ഒന്നുമില്ല, അപ്പം ഒന്നും വന്നിട്ടില്ല. അതിന് പകരം ഞാൻ SN കൊടുത്തു എന്നിരിക്കാം, കണ്ടെയ്ൻസ് SN. അപ്പം SN എന്നുള്ള ഡീറ്റെയിൽസ് ഉള്ളതെല്ലാം ആ പാർട്ടി നെയിം ഓഫ് ദി ഡിറക്ടർ SN ഉള്ളതെല്ലാം ആ ഫിൽറ്ററിനകത്ത് വന്നു. ആ ഫിൽറ്റർ കളഞ്ഞു, ക്ലിയർ കളഞ്ഞു. ഇനി അതേ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരികയാണ്. എനിക്ക് ഇതിനകത്ത് വേണ്ടത് നമ്പർ ഫിൽറ്ററിൽ ഗ്രേറ്റർ ദാൻ 1 lakh ഉള്ള എല്ലാ ബില്ലുകളുടെയും ഡീറ്റെയിൽസ് വേണം. ഓക്കെ, അങ്ങനെ ഉള്ള കേസുകളിൽ ഞാൻ ഗ്രേറ്റർ ദാൻ 1 lakh അടിച്ചു. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 lakhന് മുകളിലുള്ള ഡാറ്റ മാത്രം ഒരുമിച്ച് വരും. നിങ്ങളോട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ 1 lakhന് മുകളിലുള്ളത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും എന്റെ സം നമ്മൾ ആദ്യം ഇട്ടിരിക്കുന്ന സെയിം ഫിഗർ ആണ്, അതായത് 7,11,600 തന്നെയാണ്. ബട്ട് എന്റെ സബ് ടോട്ടൽ മാറി. അതായത് ഞാൻ ഫിൽട്ടർ ചെയ്തപ്പം എന്റെ സബ് ടോട്ടൽ മാറി. അതായത് ഇപ്പൊ ഞാൻ എന്തൊക്കെ ചേഞ്ചസ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നെക്സ്റ്റ് മാറിയിട്ട് ഞാനിവിടെ ഫിൽട്ടർ ചെയ്തു, ടെക്സ്റ്റ് ഫിൽട്ടർ കൊടുക്കുന്നില്ല, അതിനകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. നേരെ താഴോട്ട് വന്നു, ഇവിടെ ഇതേപോലെ സെലക്ട് ഓൾ ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിനകത്ത് ഫസ്റ്റ് GST സെലക്ട് ചെയ്തു. ഇപ്പോഴും ഇവിടെ നിങ്ങൾ സബ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ സബ് ടോട്ടൽ ഈസ് ഡിഫറെന്റ്. ഏതാണോ ആക്ച്വലി വന്നിരിക്കുന്നത്, ഈ ഒരു സെലക്ടഡ് പോർഷന്റെ ടോട്ടൽ എത്രയാണോ അതാണ് സബ് ടോട്ടൽ ആയിട്ട് വന്നിരിക്കുന്നത്. ബട്ട് സം റിമെയിൻസ് സെയിം. ഒറിജിനൽ എന്താണോ അത് തന്നെയാണ് സമ്മിൽ വന്നിരിക്കുന്നത്. ഇതാണ് സബ് ടോട്ടലും സമ്മും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അതായത് സബ് ടോട്ടൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആക്കാതെ, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ അറേ, ഇത് ഞാനിപ്പോൾ ഒരു നെക്സ്റ്റ് സെല്ലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റെഫറൻസുകൾ മാറുകയാണ്. I8, I57 എന്നുള്ളത് നെക്സ്റ്റ് സെല്ലിലേക്ക് വരുന്നത് I9, I58 ആയി. അതായത് റെഫറൻസ് മാറുകയാണ്. ഇപ്പൊ സബ് ടോട്ടൽ വരുന്നത് ആ ഒരു സെല്ലുകളിലുള്ള ഡാറ്റയുടെയാണ്. അപ്പൊ കോൺസ്റ്റന്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കോൺസ്റ്റന്റ് ആക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏത് ഡാറ്റയാണോ എടുക്കേണ്ടത് അത് സെലക്ട് ചെയ്തു. F4 എന്ന് പറയുന്ന ഫംഗ്ഷൻ 4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും ഒരു ഡോളർ സിമ്പിൾ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോളർ സിമ്പിൾ വന്നതിന് ശേഷം നമ്മൾ ഡ്രാഗ് ചെയ്താലും മാറ്റമൊന്നും വരാനില്ല, നമ്മുടെ ഡാറ്റകൾക്കൊന്നും മാറ്റം വരാനില്ല. അപ്പൊ ഞാൻ ഡോളർ സിമ്പിൾ എടുത്തു കളയാണ്. സബ് ടോട്ടലില് ഡോളർ ഇല്ലാതെ, അതായത് കോൺസ്റ്റന്റ് ആക്കാതെ നമ്മൾ സബ് ടോട്ടൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്ററിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സബ് ടോട്ടൽ ഇട്ടതിന് ശേഷം സമ്മിന് പകരം സബ് ടോട്ടൽ ഇട്ട് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഷീറ്റിൽ അല്ലെങ്കിൽ വർക്കിംഗ്സിലേക്ക് ഇതിനെ ലിങ്ക് കൊടുക്കുക. ലിങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ടോട്ടലിന്റെ അടുത്തേക്ക് എനിക്കൊരു കമ്പാരിസൺ ഉണ്ട്, ഇത് തമ്മിൽ മാച്ച് ആവില്ല. ഈ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് തൊട്ട് മുകളിൽ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് ഞാനൊരു ഉറപ്പിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും.
ഇവിടെ 11,000 rupees ആണ് ഇൻക്രീസ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇവിടെ 12,000 rupees വന്നു, അതായത് 1,000 രൂപ കൂടുതൽ വന്നു. സോ അങ്ങനത്തെ ഡിഫറൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, പിന്നെ വേറൊരു വർക്കിംഗ് ഒരു സമ്മറിയിൽ നിന്ന് ഒരു മന്ത്ലി ഫുൾ സെയിൽസ് മന്ത്ലി സമ്മറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ലിങ്ക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ് ടോട്ടൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ ഫിൽട്ടർ മാറ്റുന്ന സമയത്ത് സബ് ടോട്ടലിലെ വാല്യൂ മാറും. അവിടുത്തെ ഇപ്പൊ ടാക്സ് കമ്പ്യൂട്ടേഷൻ ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അയാളുടെ സ്ലാബ് തന്നെ മാറിപ്പോകും, നമ്മളിങ്ങനെ സബ് ടോട്ടൽ ഇട്ടിട്ടാണ് ലിങ്ക് കൊടുക്കുന്നതെങ്കിൽ. ഓക്കെ, ബസ് ഓർക്കും ഏതുണ്ട് ബസ്? No, sir. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഫിൽറ്ററിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ അമ്പാടി? No, sir. ഇല്ല സർ, ചെയ്തിട്ടുണ്ട്. വേറെ ആർക്കും ഫിൽറ്ററിൽ കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഫിൽറ്ററിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്പേഴ്സിലാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് ഈക്വൽസ് വെച്ചോ, ഈക്വൽ അല്ലാത്തതോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ, ടോപ്പ് 10, അങ്ങനെ നമുക്ക് എബോവ് ആവറേജ്, ബിലോ ആവറേജ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അതായത് നമുക്ക് നമ്പറിൽ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഷൻസ് ഓർ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈക്വൽസ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, greater than 10,000 and less than 10 lakhs. ഇങ്ങനെ ഒരു ഫിൽറ്റർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 10,000 തൊട്ട് 10 lakhsന്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് മാത്രം, അതായത് നമ്മുടെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നമ്പർ ഫിൽറ്റേഴ്സ് കൊടുക്കാം. ഓക്കെ, ഈ സെയിം ഫിൽറ്റേഴ്സ് നമ്മൾ നമ്പർ അല്ലാത്തടത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ചേഞ്ച് മനസ്സിലാവും. ഇവിടെ നമ്പർ ഫിൽറ്റേഴ്സ് ആണ്, ഇവിടെ ടെക്സ്റ്റ് ഫിൽറ്റേഴ്സ് ആണ്. ഇവിടെയും സെയിം ആണ്, ഇവിടെ ഈക്വൽസ് സെയിം വരുന്നത്, ഈക്വൽ അല്ലാത്തത് തുടക്കം ഇങ്ങനെ വരുന്നത്. പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ് GST നമ്പർ ഉള്ള സ്ഥലത്ത് നമ്മൾ സ്റ്റാർട്ടിങ് 32, കേരളം മാത്രം മതി എന്നാണെങ്കിൽ ബിഗിൻസ് വിത്ത് 32 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ 32 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ഫിൽറ്റർ ചെയ്ത് നോക്കി. ഫിൽട്ടർ ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ഔട്ട്പുട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് പാർട്ടി വൈസ് ആയിട്ടുള്ള ഒരു സമ്മറി കിട്ടുന്നില്ല. നെക്സ്റ്റ് ഞാൻ സോർട്ട് ചെയ്യാൻ പോവാണ്. ഫിൽറ്ററിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫിൽറ്ററിൽ തന്നെ ഒരു സോർട്ട് ഓപ്ഷൻ കാണാവുന്നതാണ്. സെയിം ഫംഗ്ഷൻ തന്നെയാണ്, അസെൻഡിങ്, ഡിസെൻഡിങ്, കളർ. അത് അസെൻഡിങ് ആയിട്ട് വരുന്നു, A to Z. ടെക്സ്റ്റില് നമ്പർ ആണെങ്കിൽ സ്മോളർ ടു ലാർജർ, ലാർജർ ടു സ്മോളർ, അതിനനുസരിച്ച് വരും. ഫുൾ ഡാറ്റ മാറും. ഇനി അങ്ങനെയല്ല, നമുക്ക് സോർട്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ്ലി ഒരു ഫംഗ്ഷൻ തന്നെയുണ്ട്. ഫിൽറ്ററിനെ പോലെ തന്നെ ഡാറ്റയിൽ ഫിൽറ്ററിന് തൊട്ടിപ്പുറത്ത് കിടക്കുന്നതാണ് സോർട്ട്. നമുക്ക് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് മാത്രം മതിയെങ്കിൽ നമുക്ക് സോർട്ട് ഫംഗ്ഷന്റെ തൊട്ടിപ്പുറത്ത് തന്നെ അതിന് സിംഗിൾ ക്ലിക്ക് ഡീറ്റെയിൽസ് ഉണ്ട്. സോർട്ടിൽ പോവുക, സോർട്ട് സെലക്ട് ചെയ്യുക. സോർട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. നമ്മൾ ഇതിനകത്ത് ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോർട്ട് ബൈ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോർട്ട് ബൈ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുക എന്തിന്റെ ബേസിസിലാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് പാർട്ടി വൈസ് വേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ നെയിം ഓഫ് ദ ഡിഡക്ടർ സോർട്ട് ചെയ്തു. A to Z അസെൻഡിങ് ഓർഡറിൽ വരും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സോ ദാറ്റ്സ് ആൻ ഇഷ്യൂ. അതായത് മെർജ്ഡ് ആയിട്ടുള്ള റോസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് സോർട്ട് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, ഞാൻ നേരെ പോയി ഒന്നും കൂടി ഇതേപോലെ സോർട്ട് എടുത്തു, നെയിം ഓഫ് ദ ഡിഡക്ടർ യൂസ് ചെയ്തു, A to Z എടുത്തു. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പക്ഷേ സീരിയൽ നമ്പറിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ ഇക്വേഷൻ തൊട്ട് മുകളിലത്തെ റോ +1 ആയിരുന്നു. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സമയത്ത് ഇക്വേഷൻ മാറി, അത് വാല്യൂ എറർ കാണിച്ചു. ഇതിന് സോൾവ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി. നമ്മളിവിടെ സിംപ്ലി 1 കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഫസ്റ്റ് വാല്യൂ 1 നമ്മൾ ഒന്നും കൂടെ ചെയ്യുകയാണെങ്കിൽ 1 + 1 2 3 താഴോട്ട് പോകും. ഇനി അതിന് പകരം നമ്മൾ അങ്ങനെയല്ല 1 2 3 എന്ന് ടൈപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ സോർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി മാറുകയാണ്. നമ്മൾ പോയി ഓരോന്നും പോയി പിന്നെ ഐഡന്റിഫൈ ചെയ്ത് മാറ്റേണ്ടി വരും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ആ ഒരു അസെൻഡിങ് ഓർഡർ DL അതിന്റെ ഓർഡറിൽ തന്നെ മൊത്തം സോർട്ടായി വന്നു. എനിക്ക് വേണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച സം ഫംഗ്ഷൻ ഇതിന്റെ സൈഡിലേക്ക് ഇടാം. അപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച പാർട്ടി വൈസ് സമ്മറി എടുക്കാം. ബട്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, നമ്മൾ ഒരുപാട് സമയം എടുക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇതിന്റെ സോർട്ട് ഒന്ന് ഒഴിവാക്കുകയാണ്.
ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ്. നമുക്കൊരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ വെച്ചിട്ട്, ഒരു പാർട്ടിയെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് സം ഇഫ്. സം ഇഫ് എന്ന് പറയുന്നത് നമ്മളെടുത്തു ഇത്രയും ആൾക്കാരാണ് നമുക്കുള്ളത്, ഇത്രയും പാർട്ടീസ് ആണ് നമുക്കുള്ളത്. നമ്മൾ നേരെ ഇവിടെ വന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും പാർട്ടീസ് ഉണ്ട്, ബട്ട് ഓരോരുത്തരും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സം ഇഫ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ തെറ്റിപ്പോകും. ഓരോ പാർട്ടിക്കും പിന്നെയും സം ഇഫ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേഷൻ ഉള്ള ഡാറ്റയിൽ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് ഓൾട്ട് എ എം, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ഓൾട്ട് എ എം. ഷോർട്ട് കട്ട്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നിങ്ങളുടെ എക്സിസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഞാൻ പറയുന്ന ഷോർട്ട് കട്ടുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഞാൻ ചില കാര്യങ്ങൾക്ക് മാത്രമേ ഷോർട്ട് കട്ട് പറയത്തുള്ളൂ, ഷോർട്ട് കട്ട്സ് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണ്ട. നിങ്ങൾ എന്താണോ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അത് തന്നെ യൂസ് ചെയ്യാം. ഇഫ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം, അത് കുറച്ചും കൂടി സിമ്പിൾ ആണ് ഞാൻ പറയുന്നത് എന്നുള്ളത്. ഇപ്പം ഞാൻ പറയുന്ന റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ഓൾട്ട് എ എം ആണ്. ഇത് ആണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് മെല്ലെ മാറ്റാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എക്സിസ്റ്റിംഗിൽ വേറെ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും രീതിയിലാണ് യൂസ് ചെയ്യുന്നത് വിച്ച് ഇസ് കംഫർട്ടബിൾ ഫോർ യു എന്നാണെങ്കിൽ നമ്മളത് മാറ്റണ്ട. സെയിം ഫംഗ്ഷൻ, നമ്മുടെ ഉദ്ദേശം നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ എടുത്തു. എക്സ്പാൻഡ് ദ സെലക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷീറ്റിനകത്ത് കൂടുതൽ ഡാറ്റ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ സെലക്ട് ചെയ്ത ഡാറ്റയിൽ മാത്രം റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ചെയ്താൽ മതിയോ അതോ കൂടുതൽ ഡാറ്റയിലേക്ക് പോകണോ എന്ന് എക്സൽ ചോദിക്കുന്നതാണ്. തൽക്കാലം നമുക്ക് കണ്ടിന്യൂ വിത്ത് കറന്റ് സെലക്ഷൻ. ഇപ്പൊ എന്താണോ സെലക്ട് ചെയ്തിരിക്കുന്നത് വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദാറ്റ്. എന്നിട്ട് നമ്മൾ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് പ്രസ് ചെയ്തു. അപ്പൊ അവർ ഒരു കാര്യം കൂടെ കാണിക്കും, അതായത് ഈ നമ്മുടെ ഒരു ടിക്ക് ഉണ്ട്. അത് ടിക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡർ ഉള്ള ഡാറ്റ, നമ്മൾ സെലക്ട് ചെയ്ത ഡാറ്റയ്ക്ക് ഹെഡർ ഉണ്ടെങ്കിൽ ഹെഡിങ്ങിന്റെ തൊട്ട് താഴെ കിടക്കുന്ന സെല്ല് തൊട്ടേ അവർ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഹെഡിങ് ഇല്ലാത്ത കേസിലാണെങ്കിൽ നമ്മൾ ഹെഡേഴ്സ് ഇല്ല എന്നുള്ളത് ടിക്ക് ചെയ്യാം. അപ്പോൾ കോളം ഇയിലുള്ള ഫുൾ ഡാറ്റ നമ്മൾ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ കൊടുത്തു. ദയവിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് വരും. അതായത് 43 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടായിരുന്നു, 7 യൂണീക്ക് വാല്യൂസ് ഉണ്ടായിരുന്നു. സോ ടോട്ടൽ 50 എണ്ണത്തിൽ 43 എണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, അത് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. 7 എണ്ണം യുണീക്ക് ആണ്. സോ ദേ ആർ കീപ്പിംഗ് ദാറ്റ്. അപ്പൊ നമ്മൾ അതിനെ നേരെ നമ്മുടെ നെയിം ഓഫ് ദ പാർട്ടി നമ്മൾ ഇവിടെ ഇട്ടു. ഇവരുടെ മാത്രം നമുക്ക് സം യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് നമ്മൾ സം ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. സം ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സം ഇഫിന്റെ സമ്മറിയിലേക്ക് ഞാൻ പോവാം. സം ഇഫ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ പ്ലസ് ഇടുക, നോർമലി പ്ലസ് സബ് ടോട്ടലൊക്കെ ഇട്ട പോലെ പ്ലസ് ഇടുക, ഈക്വൽ ടു ഇടുക, രണ്ടും വർക്ക് ചെയ്യും. സം ഇഫ്, സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഇത് നോർമലി നമ്മൾ ഫംഗ്ഷൻ സം കാണാനാണ്. സം ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ഇടുക. ഈ റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഏരിയ നോക്കുന്നതാണ്. ഇവിടെ നേരെ വന്നു റേഞ്ച്. നമുക്കിപ്പം പാർട്ടി വൈസ് ആയതുകൊണ്ട് നമ്മൾ ഏത് ഡാറ്റയിൽ നിന്നാണോ നമുക്ക് സം കാണേണ്ടത്, ഇഫ് ക്ലോസ് ഉപയോഗിച്ച് സം കാണേണ്ടത്, അത് നമ്മൾ നേരെ സെലക്ട് ചെയ്തു. ഞാനിവിടെ നിങ്ങൾക്ക് സെലക്ഷൻ കാണാം. ഈ ഒരു ഫോർമുല ബാർ കാണുന്നില്ലേ ടോപ്പിലുള്ള ഞാൻ കഴ്സർ ഇരിക്കുന്ന ഭാഗം? ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി. ഇല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് താഴോട്ടോ മുകളിലേക്കോ ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് സെൽ റെഫറൻസസ് മാറും, നമ്മുടെ സം തെറ്റും. അപ്പൊ അതിനൊരു കോൺസ്റ്റന്റ് ആക്കി. നെക്സ്റ്റ് വൺ അവർ ചോദിക്കുന്ന ക്രൈറ്റീരിയ. അപ്പം നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്തു. ഈ ഒരു റേഞ്ചില് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് SN ലിമിറ്റഡ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ SN ലിമിറ്റഡ് ഞാൻ ഇട്ടു, SN ലിമിറ്റഡ് സെലക്ട് ചെയ്തു. ഇത് ഞാൻ കോൺസ്റ്റന്റ് ആക്കുന്നില്ല, കാരണം ഞാൻ താഴോട്ടാണ് ഇക്വേഷനെ ഡ്രാഗ് ഡൗൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് SN ലിമിറ്റഡ് മാറി നെക്സ്റ്റിൽ PQR വരണം, അതിനുശേഷം SM പ്രൈവറ്റ് ലിമിറ്റഡ് വരണം. അങ്ങനെ ഓരോന്നായിട്ട് മാറി മാറി വരണം. അപ്പം അത് മാറേണ്ട കേസുകളിൽ നമ്മൾ കോൺസ്റ്റന്റ് ആക്കണം.
ഇതേപോലെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് റോ നമ്പർ, അതായത് ഈ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിപ്പം നമ്മുടെ റോയും സെല്ലും റോയും കോളവും രണ്ടും കോൺസ്റ്റന്റ് ആയി. ഇതിന് പകരം എനിക്ക് റോ മാത്രം കോൺസ്റ്റന്റ് ആയാൽ മതിയെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്തു. അതല്ല കോളം മാത്രം യൂസ് ചെയ്താൽ മതി. ഇതൊക്കെ F4 കണ്ടിന്യൂസ് ആയിട്ട് ആ ഫസ്റ്റ് ടൈം F4 പ്രസ് ചെയ്യുമ്പോൾ റോയും കോളവും ഇതാവും. ഒന്നും കൂടെ പ്രസ് ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കോളം മാത്രമായി, പിന്നെ പ്രസ് ചെയ്യുമ്പോൾ റോ മാത്രമായി. ഒരു പ്രാവശ്യം കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ പോയി. ഓക്കെ, നോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർമെന്റിന് അനുസരിച്ച് വേണം ഈ സെൽ റെഫറൻസുകൾ നമ്മൾ കോൺസ്റ്റന്റ് ആക്കാനും അല്ലാതാക്കാനും വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സം റേഞ്ച്. അതായത് SN ലിമിറ്റഡ് ഉള്ള ഡാറ്റയിൽ നമുക്ക് ഏത് ഡാറ്റയാണ്, ഇപ്പൊ ഞാനിവിടെ ഈ ഒരു ഡാറ്റയാണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ ഇത് തൽക്കാലത്തേക്ക് ഞാൻ കോൺസ്റ്റന്റ് ആക്കുന്നില്ല, നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു. ഇപ്പം എനിക്ക് SN ലിമിറ്റഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡാറ്റ എടുത്തു. നോട്ട് ഡൗൺ ചെയ്യേണ്ടത് രണ്ടും കോൺസ്റ്റന്റ് ആക്കണം. കോൺസ്റ്റന്റ് ആക്കിയില്ലെങ്കിൽ, ആവശ്യമുള്ള സാധനങ്ങൾ കോൺസ്റ്റന്റ് ആക്കിയില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഇഷ്യൂ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത്തെ കോൺസ്റ്റന്റ് ആവുന്നത്. ഞാൻ ആ ഇക്വേഷൻ താഴോട്ട് ഏതർ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്, ഓർ കുറച്ചും കൂടി എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അതായത് Ctrl+D നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊട്ട് മുന്നിലത്തെ സെല്ലിൽ എന്താണോ ഉള്ളത് അത് താഴോട്ട് ഡ്രാഗ് ഡൗൺ ആവും. ഇക്വേഷൻ ആയതുകൊണ്ട് നമ്മൾ സെയിം ഇക്വേഷൻ വരും. ഇനിയിപ്പം ഇക്വേഷന് പകരം നമ്മൾ 1 ചുമ്മാ 1 എന്നാണ് ഇട്ടിരിക്കുന്നെങ്കിൽ Ctrl+D അടിച്ചാൽ 1 വരും. ഇനി അതല്ല ഒരു പേരാണ് തൊട്ട് മുകളിലത്തെ സെല്ലിലുള്ളതെങ്കിൽ Ctrl+D അടിച്ചാൽ പേര് വരും. അതിന് പകരം നമ്മൾ 1 2 ഇവിടെ 3 എന്നുള്ളതാണുള്ളെങ്കിൽ ഇവിടെ 4 ഉം 5 ഉം ആണ്. ഈ 3യുടെ താഴെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് ഇക്വേഷൻ എന്താണോ അത് താഴോട്ട് വരും. ഓക്കെ, ഞാൻ അത് ഡ്രാഗ് ചെയ്തു. ഇപ്പം ഇതിൽ ഞാൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ കോൺസ്റ്റന്റ് ആക്കാത്തത് കൊണ്ട് H8 H57 ഈ റെഫറൻസ് തൊട്ട് താഴത്തിൽ വന്നപ്പോഴത്തേനും H9 H58 ആയി. അപ്പൊ തന്നെ എൻ്റെ ഒരു കോളം താഴോട്ട് പോവാണ് എൻ്റെ മെയിൻ ഡാറ്റയ്ക്കകത്ത്. അപ്പൊ അങ്ങനെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ടോട്ടൽ ഒരു പക്ഷേ നമ്മുടെ ടോട്ടൽ തെറ്റിപ്പോകും. ഞാൻ ഇതിന്റെ നോക്കുകയാണ്, എടുത്തു. ഞാൻ എൻ്റെ ബേസ് ഡാറ്റയായ ഈ ഡാറ്റയിലേക്ക് ഞാൻ പോയി. ബേസ് ഡാറ്റയിൽ വെറും 1.16 ഉള്ളൂ. പക്ഷേ ഞാൻ സമ്മീഫ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയ സമ്മറിൽ 1.52, വിച്ച് ഈസ് എ ഡിഫറൻസ് അല്ലേ, ആക്ച്വലി ഡിഫറൻസ്. അപ്പൊ നമ്മുടെ ഡാറ്റ തെറ്റിപ്പോയി, നമ്മൾ ഈ എടുത്തിരിക്കുന്നത് തെറ്റാണ്. അപ്പൊ അത് നമ്മൾ കോൺസ്റ്റന്റ് ആക്കാത്തത് സംഭവിച്ചാണ്. ഇത് ഞാൻ കോൺസ്റ്റന്റ് ആക്കി. കോൺസ്റ്റന്റ് ആക്കിയപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിനാണ് നേരത്തെ പറഞ്ഞത് മറ്റൊരു ഷീറ്റിൽ നിന്ന്, അതായത് പ്ലസ് ഇടുക, അതർ ഷീറ്റിലേക്ക് പോവുക, അവിടെ ഏത് വാല്യൂ ആണ്, ചുമ്മാ പ്ലസ് അല്ലെങ്കിൽ ഈക്വൽ ടു ഇടുക, ഏത് വാല്യൂ ആണ് നമ്മുടെ ഈ ഷീറ്റിലേക്ക് വരേണ്ടതെന്നുള്ള ലിങ്ക് കൊടുത്തിടുക, ഡിഫറൻസ് ഇടുക. നമ്മൾ ഏതൊരു വർക്കിങ്സ്, ഒരു ഇൻഡിവിജ്വൽ വർക്കിങ്സ്, ഒരു വലിയ ഡാറ്റയിൽ നിന്നൊരു സമ്മറി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെയൊരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് പോകാൻ പറ്റും. നമ്മുടെ ബേസ് ഡാറ്റയും നമ്മുടെ സമ്മറിയും തമ്മിൽ മാച്ചിങ് ആണ്. നിങ്ങൾ ആരെയും കാണിക്കണമെന്നോ ഒന്നുമില്ല, നമ്മുടെ ഒരു കംഫർട്ടിന് വേണ്ടി, നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പം സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇത്രേ ഉള്ളൂ. SN ലിമിറ്റഡ്, ഇപ്പൊ SN ലിമിറ്റഡ് അവിടെ ഉണ്ടെങ്കിൽ SN ലിമിറ്റഡിന്റെ സം നമുക്ക് പുറത്തേക്ക് വരണം. ഓക്കെ, TDS കൂടെ ഞാൻ നിങ്ങൾ TDS നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചിട്ട്, അതായത് സെയിം ഇതുപോലെ സമ്മീഫ് എടുത്തു, നമ്മുടെ സെയിം ഡാറ്റ. ഇതിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം പറഞ്ഞുതരാം. അതായത് നമുക്ക് രണ്ട് ഡാറ്റയുടെ റേഞ്ച് ഈ ഒരു നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഷീറ്റിൽ നിന്ന് സമ്മീഫിൽ എപ്പോഴും എടുക്കാനുണ്ടാവും. സമ്മീഫാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമുക്ക് വേണ്ട റേഞ്ചും പിന്നെ ഒരു 2 കോമ ഇടുക, അതിനുശേഷം സം റേഞ്ചും കൂടെ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് പോവാം, എന്നിട്ട് എൻ്റർ അടിക്കാം. അപ്പൊ ഈ നടുക്കത്തെ ഭാഗത്ത് നമ്മുടെ നെയിം ഓഫ് ദ പാർട്ടി സെലക്ട് ചെയ്ത ഇക്വേഷൻ കംപ്ലീറ്റ്. ബട്ട് ഇത് സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. നമ്മൾ അവിടുത്തെ സെലക്ട് ചെയ്യേണ്ട റേഞ്ചുകൾ രണ്ടും ആദ്യമേ സെലക്ട് ചെയ്തിട്ട്
അതിന് നടുഭാഗത്ത് വരുന്ന ഇവിടുത്തെ ക്രൈറ്റീരിയ ഫോർമാറ്റ് ഇതിനിടയ്ക്ക് ഇൻസേർട്ട് ചെയ്യാണ്. സെയിം ഫംഗ്ഷൻ ആണ്. ഒരു പ്രാവശ്യം അവിടെ പോയി ഇവിടെ വന്ന് അവിടെ പോകുന്നതിന് പകരം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരാനുള്ളത് ഫുൾ ഒറ്റയടിക്ക് കൊണ്ടുവന്നതിന് ശേഷം അടുക്കത്തെ ഭാഗം ഒന്ന് സെലക്ട് ചെയ്യും. സിമ്പിൾ. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം ടോട്ടൽ ശരിയാണോ എന്നുള്ളത്. നമ്മൾ നേരത്തെ കൺട്രോൾ ഡി തൊട്ട് മുകളിലുള്ളത് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി കൺട്രോൾ ഡി യൂസ് ചെയ്തതുപോലെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൺട്രോൾ ആർ യൂസ് ചെയ്താൽ മതി. കൺട്രോൾ ആർ. ഇവിടെ നമ്മൾ വേറൊരു ഷീറ്റിൽ നിന്ന് ലിങ്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ കൺട്രോൾ ആർ അടിച്ചു കഴിഞ്ഞാൽ ആ ഷീറ്റിൽ തന്നെ നെക്സ്റ്റ് കോളത്തിൽ കിടക്കുന്ന സെയിം റോയിൽ നെക്സ്റ്റ് കോളത്തിൽ കിടക്കുന്ന ഡാറ്റ വരും. കോൺസ്റ്റന്റ് അല്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ കൺട്രോൾ ആർ ഒന്നും കൂടി അടിച്ചു. അപ്പോൾ റൈറ്റ് സൈഡിലെ കോളത്തിലേക്ക് അപ്പുറത്തെ ഇക്വേഷൻ വന്നു വിച്ച് ഈസ് 0. അപ്പം നമ്മുടെ സമ്മറിയും നമ്മുടെ ഇൻഡിവിജ്വൽ ഡാറ്റയും തമ്മിൽ മാച്ച് ആവും. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഡൗൺ എന്നുള്ളത് തൊട്ട് താഴെയുള്ള സെല്ലിൽ ഡൗൺ ഉള്ള സെല്ലിലാണ് ഇത് വരുന്നതെങ്കിൽ കൺട്രോൾ പ്ലസ് ഡി ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഓൾസോ നമുക്ക് ട്രാക്ക് എന്നുള്ള ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിലേക്കുള്ളതാണ് നമുക്ക് തൊട്ട് ലെഫ്റ്റ് കിടക്കുന്ന റൈറ്റ് സൈഡിലാണ് വരേണ്ടതെങ്കിൽ കൺട്രോൾ ആർ യൂസ് ചെയ്യാം. വിച്ച് ഈസ് ഫസ്റ്റ് ലെറ്റേഴ്സ്. ഇതിന്റെ രണ്ടിന്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സം ഇഫ് എന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ സർ. ഓക്കെ. കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട്, അതായത് സം ഇഫ് നമുക്ക് ഒരു ക്രൈറ്റീരിയ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയാസ് എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സം ഇഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് സം ഇഫ് എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. പേ സ്പെഷ്യൽ യൂസ് ചെയ്തതാണ്. നിങ്ങൾ ഓൾറെഡി പേ സ്പെഷ്യലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ കുറച്ച് മുന്നേ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എടുത്തിട്ടുണ്ട്. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സിന്റെ ഷോർട്ട് കട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അബ്ബാസ് അല്ലാതെ, അമ്പാടി അല്ലാതെ, സമ്പടി? ഇല്ലേ? ആരുമില്ലേ? രേഷ്മ, മറിയം, രാജു അറിയാവോ ഇപ്പൊ സംസാരിച്ച കാര്യം? റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സില് യൂസ് ചെയ്യുന്ന എങ്ങനെ, എന്ത് ഷോർട്ട് കട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓർ രേഷ്മ യൂസ് ചെയ്യുന്ന ഇത് ഒന്ന് പറയാവോ? അറിയില്ല. നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഇതാണ്, ലൈവ് അല്ല. സോ മേ ബി നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് എന്തെങ്കിലും പറയാം, ഓർ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറയാം, ഇല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഹലോ. ഹലോ, രേഷ്മ പറഞ്ഞോളൂ. സർ, ഓൾട്ട് AM. കറക്റ്റ്. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റ ഡാറ്റയിൽ മാത്രമാണ് നമ്മൾ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് അപ്ലൈ ചെയ്തത്. ഈ സെയിം സാധനം നമുക്ക് ഒന്നിൽ കൂടുതൽ, ഇപ്പൊ ഒരു 3 കോളം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, 3 കോളത്തെ ഡാറ്റ. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് കൂടുതലുണ്ട്, 3 കോളത്തുണ്ട്. സെയിം ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓൾട്ട് AM തന്നെ എടുത്തു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെലക്ട് ചെയ്തപ്പം റിമൂവ് ഹെഡേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെഡേഴ്സ് ഇല്ല, ഹെഡേഴ്സ് ഉണ്ടെങ്കിൽ ഹെഡേഴ്സ് ഇല്ലെങ്കിൽ ഇല്ല, അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടെ ഒരു കോളമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ പ്രാവശ്യം 3 കോളംസ് ഉണ്ട്. ഈ 3 കോളംസിലും കോമൺ ആയിട്ട് വരുന്ന ഡാറ്റ, അതായത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഈ 3 കോളത്തിലും കോമൺ ആയിട്ട് വരുന്ന ഡാറ്റ മാത്രമേ ഈ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്, നമ്മൾ ഒന്നിൽ കൂടുതൽ കോളംസ് സെലക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് 3 കോളംസിൽ കോമൺ ആയിട്ട് വരുന്നത്, അതായത് 2 കോളത്തിൽ കോമൺ ആണ്, ബട്ട് 3ാമത്തെ കോളത്തിൽ വേറെ ആണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കണക്കാക്കില്ല. 3 കോളത്തിലും കോമൺ ആയിട്ടുള്ള ഡാറ്റ വരുന്ന കേസുകളിൽ ഇത് റിമൂവ് ചെയ്യും. നമ്മൾ ഓക്കെ അടിച്ചു. നിങ്ങൾ നോക്കുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 7 വാല്യൂ ഉള്ള സമയത്ത് ഈ പ്രാവശ്യം 20 വാല്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ SN എന്ന് പറയുന്ന പാർട്ടിക്ക് സെക്ഷൻ മാറ്റമുണ്ട്. GST നമ്പർ സെയിം ആണ്, പാർട്ടിയുടെ പേരും സെയിം ആണ്, ബട്ട് സെക്ഷൻ വ്യത്യാസം ഉള്ളത് കൊണ്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എടുത്തില്ല, യുണീക്ക് വാല്യൂ ആയിട്ട് എടുത്തു. അത് വന്നു. ഞാൻ ഡാറ്റ എടുത്തു. ഞാൻ നേരെ ഇത് കോപ്പി ചെയ്തു. സെക്ഷൻ എടുത്തു. ഞാൻ അതൊരു ചെറിയ, നമുക്കത് ഫോർമാറ്റ് ഒരേപോലെ ആണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് കോപ്പി ചെയ്തിടാം.
ഞാൻ അതിനിടയ്ക്ക് ഫോർമാറ്റ്സിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തു, നമ്മുടെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് SN ലിമിറ്റഡിന്റെ 194J. അപ്പോൾ ഇയാൾക്ക് ഒന്നിൽ കൂടുതൽ PQR ലിമിറ്റഡിന്റെ 194C, അങ്ങനെ ഒരു ബ്രേക്കപ്പ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അതായത് ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയാസ് വരുന്ന കേസിൽ സം ഈഫില് നമുക്ക് ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയാസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ ക്രൈറ്റീരിയ, പേര് സെയിം ആണോ സം വരും, GSTN നമ്പർ സെയിം ആണോ സം വരും, സെക്ഷൻ സെയിം ആണോ സം വരും, അത് ചെയ്യാൻ പറ്റും. അതല്ലാതെ GSTN നമ്പറും പാർട്ടിയുടെ പേരും സെക്ഷൻ മൂന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കി സമ്മിഫസ്, നമുക്ക് സം വേണമെങ്കിൽ നമുക്ക് സമ്മിഫസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇത് കുറച്ചും കൂടെ സിമ്പിൾ ആണ്. നമ്മൾ പല പ്രാവശ്യം ഡാറ്റ റേഞ്ച് സെലക്ട് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ സമ്മിഫസ് എടുത്തു നിങ്ങൾ നോക്കുകയാണെങ്കിൽ സമ്മിഫിന്റെ തൊട്ട് താഴെ സമ്മിഫസ് വരും. സെലക്ട് ചെയ്തു, ഇതിൽ നേരെ സം റേഞ്ചിലേക്കാണ് പോകുന്നത്. ഓക്കെ, സം റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഡാറ്റയിൽ നിന്നാണ് സം റേഞ്ച് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ 26 yearsൽ നമുക്ക് ഇതാണ് നമ്മുടെ സം റേഞ്ച്. ഇതിന്റെ സം ആണല്ലോ, അതായത് എമൗണ്ട് പെയ്ഡ് ഓർ ക്രെഡിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കോളത്തിന്റെ സം ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ എടുത്തു, കോൺസ്റ്റന്റ് ആക്കാൻ മറക്കരുത്, കാരണം ഡ്രാഗ് ഡൗൺ ചെയ്യുമ്പോൾ ഡിഫറൻസ് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രൈറ്റീരിയ 1 റേഞ്ച്. ആദ്യം നമുക്ക് ഏത് റേഞ്ചിലാണ് ക്രൈറ്റീരിയ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ എടുത്തു, ആദ്യം നെയിമിലാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, റേഞ്ച് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ക്രൈറ്റീരിയ എന്താണ്, പേരാണ് ക്രൈറ്റീരിയ, SN ലിമിറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നേരെ പോകുന്നു. അടുത്ത ക്രൈറ്റീരിയ എന്താണ്, GSTN നമ്പർ സെയിം ആണോ എന്നാണ് അടുത്ത ക്രൈറ്റീരിയ. അതും ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. സമ്മിഫസ് GSTN നമ്പർ നമ്മൾ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് സെക്ഷൻ ആണ്. സെക്ഷൻ നമ്മൾ എടുത്തു, ഇതേപോലെ സെക്ഷന്റെ ഏരിയയിൽ പോയി എടുത്തു, സെലക്ട് ചെയ്തു. ഇവിടെയും വന്ന് എന്താണോ നമ്മുടെ ക്രൈറ്റീരിയ, സെക്ഷൻ എന്ന ക്രൈറ്റീരിയ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. സമ്മറി ഇടി, ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു, ഡിഫറൻസ് ഇല്ല. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു സംഭവം മനസ്സിലായി. അതായത് ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയാസ് ഉണ്ട്, പാർട്ടിയുടെ പേരാവാം. ഇപ്പൊ ഞാൻ എടുത്തൊരു എക്സാമ്പിൾ ഇങ്ങനെ ആയതുകൊണ്ടായിരുന്നു. ഇനി ഒരു നമ്മള് ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റി അവരുടെ സെയിൽസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. റീജിയണൽ വൈസ് സെയിൽസ് ആണ് എടുക്കുന്നത്. ഇന്ത്യയിലെ പല റീജിയൻ, സദേൺ റീജിയൻ, നോർത്തേൺ റീജിയൻ, ഈസ്റ്റ്, വെസ്റ്റ്, സെൻട്രൽ, ഇങ്ങനെ 5ആയിട്ട് തിരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പാർട്ടിയുടെയും ഓരോ റീജിയൻ, നമുക്ക് ഒരു കസ്റ്റമർക്ക് ഒന്നിൽ കൂടുതൽ റീജിയനിൽ സെയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ട സമയത്ത് നമ്മൾ ഇതുപോലെ സമ്മിഫസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയാസ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് സം അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡൗട്ടുണ്ടോ സമ്മിഫസിൽ? ബസ് തംസപ്പ് കാണിച്ചാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയാൽ മതിയെ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സമ്മിഫസിൽ ഉണ്ടോ? സമ്മിഫിന്റെ സെയിം ഫംഗ്ഷൻ തന്നെയാണ്, ബട്ട് ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയാസ് ഉള്ള കേസുകളിൽ നമുക്ക് സമ്മിഫസ് യൂസ് ചെയ്യാൻ പറ്റും. സമ്മിഫ് ഒരു ക്രൈറ്റീരിയ, സമ്മിഫസ് ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയ, സെയിം സാധനം. നിങ്ങൾ സമ്മിഫ് പഠിക്കണം എന്നില്ല, സമ്മിഫസ് തന്നെ പഠിച്ചാൽ മതി. സമ്മിഫസിൽ ഒരൊറ്റ ക്രൈറ്റീരിയ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെയും നെയിം മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സമ്മിഫിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് സമ്മിഫസ്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് സം ചെയ്തതുപോലെ തന്നെ സമ്മിഫ് ചെയ്തതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു കൗണ്ട്. ഇപ്പൊ നമ്മളിവിടെ ചുമ്മാ ഇവിടെ ഒരു സം ഇക്വേഷൻ ഇട്ടു. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് നമ്പർ ഓഫ് ഐറ്റംസ് അറിയണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൗണ്ട്. സം പോലെ ടോട്ടൽ സം അറിയാം, കൗണ്ട് എണ്ണം അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൗണ്ട്. സിമ്പിൾ ആണ്. നമ്മൾ സം ഇട്ട പോലെ തന്നെ സം ഇക്വേഷൻ ഇട്ടു, സെലക്ട് നമുക്ക് ഏത് റേഞ്ചിന്റെ ആണ് സം വേണ്ടത് ഇട്ട പോലെ തന്നെ കൗണ്ടും നമുക്ക് കൗണ്ട് ഇടുക, ഏത് റേഞ്ചിലെ വാല്യൂസിന്റെ ആണ് കൗണ്ട് വേണ്ടതെന്നുള്ളത് ഇടുക, കൗണ്ട് പുറത്തു വന്നു. ഓക്കെ, ഇതിലെ വ്യത്യാസം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സബ് ടോട്ടൽ ഇട്ട സമയത്ത് ഇത് ഒരു പ്രാവശ്യം മെൻഷൻ ചെയ്തിരുന്നു. കൗണ്ട് ഒരിക്കലും നമ്പർ അല്ലാത്ത ഡാറ്റയിൽ വർക്ക് ചെയ്യില്ല.
0 ആണ്. നിങ്ങൾ നോക്കി ഇവിടെ രണ്ടിടത്തും 7 ഉണ്ട്, രണ്ടിടത്തും ഡാറ്റ ഉണ്ട്. ബട്ട് ഞാൻ സെയിം ഇക്വേഷൻ ആണ് രണ്ടിടത്തും യൂസ് ചെയ്തത്, കൗണ്ട് ആണ് യൂസ് ചെയ്തത്. ബട്ട് നമ്പർ അല്ലാത്തൊരു ഡാറ്റയിൽ കൗണ്ട് വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് കൗണ്ട് എ യൂസ് ചെയ്യാം. കൗണ്ട് എ ഈസ് ഫോർ അതർ ദാൻ നമ്പേഴ്സ് ഓൾസോ. കൗണ്ട് എ ഇവിടെയും വർക്ക് ചെയ്യും, സെയിം സാധനം ഇവിടെയും വർക്ക് ചെയ്യും. ഓക്കെ, മനസ്സിലായില്ലേ? കൗണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? സമ്മീഫിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ആണ് സമ്മീഫ് എസ്. കൗണ്ടിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷൻ ആണ് കൗണ്ട് എ. പ്ലാങ്കുകളല്ലാതെ, അതായത് ഡാറ്റ ഉള്ളതെല്ലാം കൗണ്ട് എ ഔട്ട്പുട്ട് ആയിട്ട് തരും. ഓക്കെ, ഇത് നമ്മൾ സം പഠിച്ചു, കൗണ്ട് പഠിച്ചു. സം ഇഫിന് ഒരു കൗണ്ട് ഇഫ് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ സം ഇഫ് ഉള്ളത്, അതായത് ഈ ഒരു സിംഗിൾ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ സം ഇഫ് ചെയ്ത പോലെ തന്നെ വി ക്യാൻ യൂസ് കൗണ്ട് ഇഫ്. സെയിം ആണ്, കൗണ്ട് ഇഫിലേക്ക് പോവാ. ഇവിടെ സം റേഞ്ച് ഇല്ല, നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് ആണ് അവർ ചൂസ് ചെയ്യുന്നത്, ബിക്കോസ് കൗണ്ട് ആയതുകൊണ്ട്. സോ നമ്മൾ നേരെ പോകുന്നു, നമ്മുടെ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ഏത് റേഞ്ചിലെ ഡാറ്റയാണ് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യുന്നു. എന്താണ് നമ്മുടെ ക്രൈറ്റീരിയ എന്നുള്ളതും സെലക്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു, റിപ്പീറ്റ്. ഓക്കെ, കൗണ്ട് ഇഫ്. കൗണ്ട് ഇഫ് എയോ കൗണ്ട് എ ഇഫോ ഇല്ല, വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഫ്യൂച്ചറിൽ, ബട്ട് ഇതുവരെ ഇല്ല. ഓക്കെ, ഇതും കൗണ്ട് ആണെങ്കിലും നമുക്ക് സം പോലെ തന്നെ ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കൗണ്ട് ഇട്ട് നോക്കാം. സോ നമ്പേഴ്സിൽ ഇടണം, അല്ലെങ്കിൽ നമുക്ക് കൗണ്ട് എ തന്നെ ഇടാം. കൗണ്ട് എ ഇട്ടു, പാർട്ടിയുടെ ഡീറ്റെയിൽസ് ഇട്ടു, 50 ആണ് വന്നിരിക്കുന്നത്. ഞാൻ നേരെ വന്നു. ഇനി കുറച്ചു മുന്നേ നമ്മൾ പഠിച്ച സ്പേസ് സ്പെഷ്യലിലെ ഒരു പെർട്ടിക്കുലർ സംഭവമാണ്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തു. സ്പേസ് സ്പെഷ്യൽ എപ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ കോപ്പി ചെയ്യണമല്ലോ. കോപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് Alt ESL എന്ന് പറയുന്ന ഇതുണ്ട്. Alt ESL, അതായത് പേസ്റ്റ് ലിങ്ക് ആണ്. ഏതാണോ എവിടെ നിന്നാണോ നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത് അത് റെഫറൻസ് വെച്ചിട്ട്, ഇപ്പൊ 26AS I62 എന്ന് പറയുന്ന സെല്ലാണ് റെഫറൻസ് വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് റെഫറൻസ് പോകും. നമുക്ക് ആ റെഫറൻസ് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ലെഫ്റ്റ് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്താൽ മതി. അങ്ങോട്ട് പോവാ, നേരെ നമ്മൾ എവിടെയാണോ ലിങ്ക് വന്നിരിക്കുന്നത് ആ ലിങ്കിലേക്ക് പോകും. പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിച്ചിട്ട് പേസ്റ്റ് സ്പെഷ്യലിലെ Alt ESL, അതായത് പേസ്റ്റ് ലിങ്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്ത് ഡാറ്റയാണോ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്നത് അത് പേസ്റ്റ് ആവുന്നതിനോട് കൂടെ അത് ഏത് പൊസിഷൻ, ഏത് ഷീറ്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്തു നിന്നാണ് അതിന് ലിങ്ക് വന്നിരിക്കുന്നത് ആ റെഫറൻസ് ലിങ്കും കൂടെ അങ്ങോട്ട് വരും. അപ്പം നമ്മൾ നമ്പറും സെലക്ട് ചെയ്തു, സെറ്റ് ചെയ്തു. കൗണ്ടിൽ വ്യത്യാസമൊന്നുമില്ല. കൗണ്ട് ഇഫും യൂസ് ചെയ്തു. സമ്മിന് കൗണ്ട് ഉണ്ടെങ്കിൽ, സമ്മീഫിന് കൗണ്ട് ഇഫ് ഉണ്ടെങ്കിൽ, നമ്മുടെ പഴയ ഇരുവഴിപ്പുഴയുടെ കഥ പറയുന്നത് പോലെ സമ്മീഫസിന് ഒരു കൗണ്ട് ഇഫസ് ഉണ്ട്. അപ്പൊ സമ്മീഫസിന്റെ കൗണ്ട് ഇഫസ് എന്ന് പറയുന്നത് ഇറ്റ്സ് സിമിലർ ആണ് സമ്മീഫ് പോലെ തന്നെ. സം റേഞ്ച് ഇല്ല, പകരം നമ്മൾ കൗണ്ട് ഇഫസ് എടുത്തു. നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച്, അതായത് നേരെ 26AS പോകുന്നു. ഇത് നമുക്ക് സമ്മീഫസ് ചെയ്ത പോലെ കുറച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമ്മൾ കോൺസ്റ്റന്റ് ആക്കി കൗണ്ട് ഇഫസ് സെലക്ട് ചെയ്തു. സമ്മീഫില് നമ്മൾ സം റേഞ്ച് ആദ്യം സെലക്ട് ചെയ്യുന്നുണ്ട്. കൗണ്ടിൽ സം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്രൈറ്റീരിയ റേഞ്ച് ആണ് ആദ്യം പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ക്രൈറ്റീരിയ റേഞ്ച് സെലക്ട് ചെയ്തു, ക്രൈറ്റീരിയ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ക്രൈറ്റീരിയ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തു, ക്രൈറ്റീരിയ സെലക്ട് ചെയ്തു. ഇതിന് ഓർഡർ ഒന്നുമില്ല കേട്ടോ, കറക്റ്റ് ഓർഡറിൽ വരണമെന്നൊന്നുമില്ല. നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് ചെയ്ത് അതിന്റെ ക്രൈറ്റീരിയ ഏത് ഇത് മാത്രമാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തേർഡ് ക്രൈറ്റീരിയ റേഞ്ച് എടുത്തു. ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന GST നമ്പർ ആണെങ്കിൽ എടുത്തു, ഇട്ടു, സെലക്ട് ചെയ്തു, എൻ്റർ അടിക്കുക. കാണത്തില്ലേ? കൗണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ലെഫ്റ്റ് സൈഡില് സമ്മീഫസിന്റെ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തതെങ്കിൽ
റൈറ്റ് സൈഡിൽ ഇപ്പൊ കൗണ്ട് ഇഫസ് യൂസ് ചെയ്തു, നമ്മൾ ടോട്ടൽ ഇട്ടു 50. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ആക്ച്വലും ഇതും തമ്മിൽ കറക്റ്റ് ആണോ, വിച്ച് ഇസ് ഓൾസോ 50. ഓക്കെ, സമ്മിന് കൗണ്ട് ഉണ്ട്, കൗണ്ട് എ ഉണ്ട്. കൗണ്ടും കൗണ്ട് എയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കൗണ്ട് നമ്പേഴ്സ് മാത്രമേ ഔട്ട്പുട്ട് ആയിട്ട് തരുള്ളൂ, നമ്പേഴ്സിന്റെ കൗണ്ട് മാത്രമേ തരുള്ളൂ. കൗണ്ട് എ അതർ ദാൻ നമ്പേഴ്സ് ഉണ്ടെങ്കിലും അതിന്റെ മൊത്തം എത്ര കൗണ്ട് ഉണ്ടാവും തരും. സമ്മീഫ് ഒരു സിംഗിൾ ക്രൈറ്റീരിയ വെച്ചിട്ട് ഔട്ട്പുട്ട് തരുന്നതാണ് സമ്മീഫ്. കൗണ്ട് ഇഫ് എന്ന് പറയുന്നത് അതേപോലെ സിംഗിൾ ക്രൈറ്റീരിയ വെച്ച് കൗണ്ട് തരുന്നതാണ്. സമ്മീഫസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് വെച്ച് നമുക്ക് സം എടുക്കാം. അത് നിങ്ങളുടെ എന്താണോ നമ്മുടെ റിക്വയർമെന്റ്. There is a function called SUMIFS we can use when we have multiple criteria which based on multiple criteria we have to find the sum. അതാണ് SUMIFS യൂസ് ചെയ്യുന്നത്. COUNTIFS എന്ന് പറയുന്നത് based on multiple criteria നമ്മൾ കൗണ്ട് കാണും. അപ്പൊ ഇതിങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഈ ഒരു പോർഷനിൽ കൗണ്ട് സം പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. ഞാൻ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റിലേക്ക് പോട്ടെ. സ്പീഡ് സാർ ആ കൺട്രോൾ ലെഫ്റ്റ് ഓപ്പൺ വന്നില്ലായിരുന്നു, എന്ത് സംഭവമായിരുന്നത്? അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഫോർമുല ബാർ എന്റെ കഴ്സർ കാണുന്നുണ്ടോ? ഇവിടെ ഈ ടോപ്പ് പോർഷൻ കാണാമോ? ബസ് കാണാമോ? യെസ് സർ, കാണാം. ഓക്കെ, ഇവിടെ ഒരു ഇക്വേഷൻ പോലെയാണ് കിടക്കുന്നത്, വേറൊരു ഏരിയയിലേക്ക് റെഫറൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ റെഫറൻസ് എനിക്ക് അങ്ങോട്ട് ട്രേസ് ചെയ്യണം, എവിടെ നിന്നാണ് ഈ ഡാറ്റ വന്നിരിക്കുന്നത് എന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോളും ലെഫ്റ്റ് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയും. അതായത് നമ്മുടെ കീബോർഡിൽ പിയുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു കീ ഉണ്ട്, പി ലെറ്റർ പിയുടെ റൈറ്റ് സൈഡിലെ കീ റൈറ്റ് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്. അതായത് കൺട്രോളും ആ സ്ക്വയർ ബ്രാക്കറ്റും കൂടെ പിയുടെ റൈറ്റ് സൈഡിലുള്ള സ്ക്വയർ ബ്രാക്കറ്റും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ ബസ് ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ബസ് കാണിച്ചത്. അതായത് ഈ 50 നമ്മൾ വന്നത് 26ASI62 എന്ന് പറയുന്ന ഇതിനകത്താണ്. ഞാൻ കൺട്രോൾ ആൻഡ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാണ്. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് നേരെ പോകണമെങ്കിൽ 26ASനകത്ത് I62ലേക്ക് പോയി, അവിടെ എത്തി. അപ്പൊ ഞാൻ എവിടെ നിന്നാണോ ലിങ്ക് കൊടുത്തിരിക്കുന്നത് ആ സെല്ലിലേക്ക് പോകും. ഓക്കെ, ഇനി തിരിച്ചു വരണമെങ്കിൽ F5 ഫംഗ്ഷൻ 5 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എവിടെ നിന്നാണോ നമ്മൾ അങ്ങോട്ട് പോയത് അറിയാൻ പറ്റും. ഓക്കെ, ഒന്നും കൂടിയുണ്ട്. ഇപ്പൊ എനിക്ക് ലിങ്ക് ഈ ഒരു പെർട്ടിക്കുലർ ഷീറ്റിൽ നിന്ന് എവിടെയൊക്കെ ലിങ്ക് പോയിട്ടുണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ ലിങ്ക് വെച്ച് ബേസിലേക്ക് വരികയാണ്, ബേസ് വെച്ച് ലിങ്കിലേക്ക് തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ ട്രേസ് ഡിപ്പെൻഡന്റ് ആണ്. ഓൾട്ട് TUT ഇവിടെ ഒരു റോ വരും, ഒരു ആരോ മാർക്ക് വരും. ഞാൻ ആ ആരോ മാർക്കിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡാറ്റയിൽ നിന്ന് എങ്ങോട്ടൊക്കെ ലിങ്ക് പോയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ അത് സെലക്ട് ചെയ്ത് ഓക്കെ അടിക്കുവാണെങ്കിൽ ഏതിലാണോ പോയിരിക്കും. അപ്പൊ ഞാൻ ഒന്നിൽ കൂടുതൽ ഇപ്പൊ സമ്മീഫസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, 26AS പാർട്ടി വേസിനകത്തും കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ രണ്ടിന്റെയും അവിടെ വരും. എനിക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഡാറ്റയിലേക്ക് പോകും. ഓക്കെ, ഇത്ര എണ്ണത്തിൽ ഡൗട്ടൊന്നും ഇല്ല സമ്മീഫസ് ഇതിലൊന്നും ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? ആരോ മാർക്ക് വരുന്ന ഒന്നുകൂടി പറയും. ഏതാണ് ആരോ മാർക്ക്? ലിങ്ക് ട്രാക്ക് ചെയ്യുന്നു. ഓക്കെ, പേരെന്തായിരുന്നു? നമുക്ക് കാണത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറയാം. അതായത് എനിക്ക് ആ ലിങ്ക് കൊടുക്കുന്ന പോർഷൻ മനസ്സിലായി. നമ്മൾ പ്ലസ് ഇട്ടിട്ട് ഏത് വാല്യൂ ആണോ ഇങ്ങോട്ട് വരേണ്ടത് അതിനെ നമ്മൾ ലിങ്ക് കൊടുത്തു. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ തിരിച്ചുപോയി ഈ ഒരു പോർഷൻ അല്ലേ ഉദ്ദേശിക്കുന്നത്? യെസ് സർ.
ഓക്കെ. അപ്പൊ ഈ ഒരു സെല്ലിൽ നിന്ന് എങ്ങോട്ടൊക്കെ ലിങ്ക് പോയിട്ട്, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നമ്മൾ ട്രയൽ ബാലൻസിൽ നിന്ന് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന കേസുകളിൽ ട്രയലില് നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലെഡ്ജർ അക്കൗണ്ടിൽ നിന്ന് ലിങ്ക് പോയിട്ടുണ്ടോ, നോട്ട്സിലേക്കോ ഫിനാൻഷ്യൽസിലേക്കോ എവിടെയെങ്കിലും ലിങ്ക് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അതായത് ഈ ഒരു സെല്ല്, ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിൽ നിന്നാണ് 50 എന്ന ഡാറ്റയല്ല, ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിൽ നിന്ന് ഏതൊക്കെ ഷീറ്റുകളിലേക്ക് റെഫറൻസ് പോയിട്ടുണ്ടെന്ന് നോക്കുന്നതാണ് ഓൾട്ട് ടി. അതായത് ഡാറ്റയില് യു ടി, ട്രേസ് ഡിപ്പെൻഡന്റ് എന്നാണ് ഈ ഫംഗ്ഷന്റെ പേര്. ഓൾട്ട് ടി യു ഡി, ഷോർട്ട് കട്ട് ടി യു ഡി. നമ്മൾ ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ആരോ മാർക്കും ഒരു ഷീറ്റ് റെഫറൻസും വരും. നമ്മൾ ആ ആരോ മാർക്കിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ, ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഗോ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് നമ്മൾ നേരത്തെ ലിങ്ക് ട്രേസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്തും യൂസ് ചെയ്തത് ഈ സെയിം ഗോ ടു ആണ്. അതിനുശേഷം നമുക്ക് ഏത് സെല്ലിലൊക്കെ, ഇപ്പൊ 2 സെല്ല് നമുക്ക് കാണും, 2 സ്ഥലത്തേക്ക് നമുക്ക് ലിങ്ക് പോയിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് നമുക്ക് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡാറ്റ എവിടെയാണോ ലിങ്ക് പോയിരിക്കുന്നത്, എങ്ങോട്ടാണോ ട്രേസ് ചെയ്ത് പോയിരിക്കുന്നത്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ സാർ, ഓക്കെ മനസ്സിലായി. ഇത് കൺഫ്യൂഷൻ മാറിണ്ടായിരുന്നില്ലേ? മാറി താങ്ക് യു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ സമ്മറി ഒക്കെ ഉണ്ടാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ സമയത്ത് നമ്മുടെ ക്ലയന്റ് എന്ത് ചെയ്തു, നമുക്ക് ഒരു ഡാറ്റ അയച്ചു കഴിഞ്ഞു. സാറേ പാർട്ടി വൈസ് ആയിട്ടുള്ള സമ്മറി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സീനിയർ പറഞ്ഞിടാ, നീ ഒരു കാര്യം ചെയ്യും, ഡാറ്റ തന്നിരിക്കുന്നത്, ക്ലയന്റ് തന്നിരിക്കുന്ന ഡാറ്റയും നമ്മൾ എടുത്തിരിക്കുന്ന ഡാറ്റയും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്തു. അപ്പം എനിക്ക് സിമ്പിളായ രീതിയിൽ ഒരെണ്ണം നോക്കി ടിക്ക് ചെയ്ത് മാനുവലി ചെയ്തു പോവാം, അല്ലെങ്കിൽ ഇതിന്റെ സൈഡിലേക്ക് ഓരോന്നും പ്ലസ് ഇട്ട് ലിങ്ക് കൊടുത്ത് ചെയ്തു പോകാം. ഇതിന് പകരം നമുക്ക് VLOOKUP എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. VLOOKUP എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും 3 ഫംഗ്ഷൻസ് ഒരുമിച്ച്, ലുക്കപ്പ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് VLOOKUP. VLOOKUP എന്ന് പറയുന്നത് വെർട്ടിക്കലി ഉള്ള ഡാറ്റ, അതായത് നമ്മൾ 2 ഡാറ്റയും വെർട്ടിക്കലി ആണ് ഇരിക്കുന്നതെങ്കിൽ, വെർട്ടിക്കൽ താഴോട്ട് 2 ഡാറ്റ ഉള്ള സമയത്ത് കോമൺ ആയ ഡാറ്റ ഉണ്ടെങ്കിൽ, ഇഫ് കോമൺ ആയ ഡാറ്റ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന്റെ നമ്മൾ പറയുന്ന സെല്ലിലുള്ള ഡാറ്റ വരാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ട ഫംഗ്ഷനാണ് VLOOKUP ഫംഗ്ഷൻ. ഞാൻ ചെറുതായിട്ടൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. അതായത് നമ്മൾ നോർമലി പ്ലസ് ഇട്ട് VLOOKUP അടിക്കുക. VLOOKUP അടിച്ചു. VLOOKUP അടിച്ചതിന് ശേഷം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലുക്കപ്പ് വാല്യൂ ആണ്. ഏത് വാല്യൂ ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ലുക്കപ്പ് വാല്യൂ ഇടുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ഡാറ്റ സെലക്ട് ചെയ്തു. അതിനുശേഷം അവർ ചോദിക്കുന്നത് ടേബിൾ അറേ എന്ന് പറയുന്നത് ഏത് ടേബിളിലാണ് നമ്മൾ ഇത് സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഏത് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഓൾറെഡി ഒരു സമ്മറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു സമ്മറി ഉണ്ടാക്കി. അപ്പൊ ഇതുമുണ്ട്. നിങ്ങൾ നോക്കാൻ ടേബിൾ അറേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സമ്മിഫസിലൊക്കെ ഉപയോഗിച്ചത് ഏതാണോ റേഞ്ച് അത് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പക്ഷെ കംപ്ലീറ്റ്ലി ഏത് ഡാറ്റ, ഏത് ടേബിളിൽ നിന്നാണ് നമുക്കിത് സെർച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് എടുക്കുക. നമ്മൾ എടുത്തു. നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ടേബിൾ സെലക്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ഈ എൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ 8R × 2C എന്ന് പറയുന്ന ഒരു ഇത് അവിടെ കാണാൻ പറ്റും. കാണുന്നില്ലേ? അതായത് 8R എന്ന് പറയുന്നത് 8 റോയും 2 കോളവുമാണ്. ഓക്കെ, 8R 2C അതാണ് VLOOKUPൽ നമ്മൾ ആ ടേബിൾ സെലക്ട് ചെയ്തു. അപ്പൊ ഇത് ഞാൻ എടുത്തു പറയേണ്ട കാരണം എന്ന് പറയുന്നത്, VLOOKUPൽ കോളത്തിന്റെ നമ്പറിന് റിലവൻസ് ഉണ്ട്. കാരണം ഏത് കോളമാണ് ഇത് തമ്മിൽ മാച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ SN ലിമിറ്റഡ് ഇവിടെ ഉണ്ട് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡാറ്റയാണ് ഔട്ട്പുട്ട് തരേണ്ടത് എന്നുള്ളത് നമ്മൾ എക്സലിനോട് പറയുന്നതാണ് ആ കോളം. അപ്പൊ ഞാൻ ഇത് വിട്ട് കഴിഞ്ഞാൽ, ഞാൻ ആ സെലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് കോളം നമ്പേഴ്സ് കാണാൻ പറ്റില്ല. ഞാൻ ഒരു കോമയും കൂടി ഇട്ട് കഴിയുവാണെങ്കിൽ നിങ്ങൾ അടുത്ത് നോക്കും, കോളം ഇൻഡെക്സ് നമ്പർ. ഇവിടെയാണ് ആ 2 എന്ന് പറയുന്നത് 2C, അതായത് 1 2 നമുക്ക് രണ്ടാമത്തെ കോളത്തിലെയാണ് ഡാറ്റ ഔട്ട്പുട്ട് ആയിട്ട് വരേണ്ടത്. ആ ഒരു കേസിൽ
കോളം ഇൻഡെക്സ് നമ്പർ, അതായത് ഏത് കോളത്തിലെ ഡാറ്റയാണ് ഔട്ട്പുട്ട് ആയിട്ട് വരേണ്ടത് ആ കോളം ഞാൻ 2 കൊടുത്തു. അപ്പൊ നമ്മളിപ്പോ ഓർത്തിരുന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ സെയിം സാധനം നമ്മളിപ്പോ കൊടുത്ത ലിങ്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെയും സെലക്ട് ചെയ്ത് 2 കണ്ടുപിടിച്ച് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വലിയ ഡാറ്റയാണെങ്കിൽ വലിയ ഡാറ്റയിലെ n കോളം, ഒരു 15 കോളംസ് ഉള്ള ഡാറ്റയിലെ 14ാമത്തെ കോളം ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 15 നമ്മൾ ഓർത്തിരുന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാകും. അതായത് നമുക്ക് പിന്നെ റിപ്പീറ്റ് ആയി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മൾ കോമ ഇട്ടു, നമുക്ക് 2ാമത്തെ കോളത്തിലെ ഡാറ്റയാണ് വേണ്ടത്, 2 ഇട്ടു, കോമ ഇട്ടു. ഇവിടെ 2 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്, അപ്രോക്സിമേറ്റ് മാച്ച്, എക്സാക്ട് മാച്ച്. അപ്രോക്സിമേറ്റ് മാച്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഡാറ്റ സിമിലാരിറ്റി ഒക്കെ തോന്നുകയാണെങ്കിൽ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഓക്കെ ആക്കിയിടും. എക്സാക്ട് മാച്ച് എന്ന് പറയുന്നത് ഈ കോളത്തിൽ എന്താണോ കിടക്കുന്നത് അതേ ഡാറ്റ അപ്പുറത്ത് വന്നു ഒരു സ്പേസ് ഒക്കെ അഡീഷണലി വന്നു കഴിഞ്ഞാൽ ഈ ഡാറ്റ ഔട്ട്പുട്ട് ആയിട്ട് വരത്തില്ല. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തു, ഞാൻ എൻ്റർ അടിച്ചു. ഇതിപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഫോർമാറ്റിങ്ങിന്റെ ഒരു ഇഷ്യൂ ആണ്. ഇപ്പൊ എൻ്റെ കോളത്തിൽ പെർസെൻറ്റേജ് ആണ് കിടക്കുന്നത്. ഞാൻ കോമിൽ പോയിട്ട് പെർസെൻറ്റേജ് മാറ്റി ജനറൽ ആക്കി കൊടുത്തു. എനിക്ക് ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ Alt-HK യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ഇന്ത്യൻ നമ്പറിംഗ് ഫോർമാറ്റ്സിലേക്ക് വരും. Alt-HK 0 നമ്മൾ ഇത് പ്രസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഹൈഫൺ മാത്രം വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ചെക്ക് ചെയ്തു, വീലൊക്കെ പോയി ചെയ്ത് നോക്കി, താഴോട്ട് വന്നു, ഞാൻ എടുത്തു, Ctrl-D തന്നെയാണ് താഴോട്ട് തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ താഴോട്ട് വരുന്നത്, മൈനസ് ചെയ്തു, ഡിഫറൻസ് ഉണ്ട് ഐഡന്റിഫൈ. അപ്പൊ നമുക്ക് തന്ന ഡാറ്റയിൽ വ്യത്യാസമുണ്ട്. ഇതിന് പകരം നമ്മൾ മാനുവലി അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഓരോ ഐറ്റംസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നഷ്ടമാണ്. വീലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിംപിളി അവിടുത്തെ ഡാറ്റ ഈ ഒരു സെയിം ഇതിലേക്ക് കൊണ്ടുവരും. ഇതിന്റെ വീലൊക്കപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇതിന്റെ എൻഡിൽ ഒരു കുത്ത്, ഒരു ചുമ്മാ ഡോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ ക്ലയന്റ് അനുസരിച്ച് അയച്ച ഡാറ്റയിൽ എൻഡിൽ ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നോട്ട് അവൈലബിൾ ആണ് ഒരു കാണിച്ചിരിക്കുന്നത്, എറർ മെസ്സേജ് ആണ് കാണിച്ചിരിക്കുന്നത്. അതൊരു സിമ്പിൾ കുത്തിന്റെ നമ്മൾ എക്സാക്ട് മാച്ച് കൊടുത്തതിന്റെ ഇതാണ്. എക്സാക്ട് മാച്ച് കൊടുത്തത് ഈവൻ ഒരു ചെറിയ സ്പേസ് ഇട്ടാൽ പോലും, ലിമിറ്റഡ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പേസ് വന്നാൽ പോലും ഈ സെയിം ആയിരിക്കും ഔട്ട്പുട്ട് വരിക. അതായത് എക്സാക്ട്ലി മാച്ചിങ് ആ ഡാറ്റകളായിരിക്കും. ഇപ്പോൾ വീലൊക്കെ നോർമലി ചെയ്യുമ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ഒരു റിപ്പോർട്ടിൽ ചെറിയ കുത്തുള്ളപ്പോൾ മറ്റേ റിപ്പോർട്ടിൽ കുത്തില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പൊ LTDക്ക് പറയുന്നത് ലിമിറ്റഡ് എന്നാണ്, LIMITD ഫുൾ സ്പെല്ലിംഗ് ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് അവിടെ കിട്ടത്തില്ല. അത് ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വീലുക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടേബിൾ അറേയിൽ നിന്ന് സിസ്റ്റം എക്സലിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന വാല്യൂ SN ലിമിറ്റഡ് ഏത് റോയിലാണോ ആദ്യം വരുന്നത് അതിന്റെ 2ാമത്തെ കോളത്തിലുള്ള ഡാറ്റ ആയിരിക്കും എക്സൽ ഔട്ട്പുട്ട് ആയിട്ട് തരിക. അപ്പൊ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇവിടെയും യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ വീലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നേയും റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്നു കഴിയുമ്പോൾ ഈ വീലുക്കപ്പ് ഫംഗ്ഷൻ അതിനകത്ത് ആദ്യത്തെ വാല്യൂ, ആദ്യത്തെ ഡാറ്റയുടെ നേരെയുള്ള വാല്യൂ മാത്രമേ ഔട്ട്പുട്ട് ആയിട്ട് തരത്തുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും അത് കണ്ടുപിടിക്കും. കാരണം നമ്മൾ ബേസ് ഡാറ്റ ടു സമ്മറി എപ്പോഴും ഒരു കമ്പാരിസൺ ഇടുന്നുള്ളത് കൊണ്ട് അത് കണ്ടുപിടിക്കും. നമ്മൾ സൂക്ഷിക്കേണ്ട 2 കാര്യങ്ങൾ വീലക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ഡാറ്റകൾ സിമിലർ ആണെന്ന് ഉറപ്പുവരുത്തണം. ടെക്സ്റ്റ് ആണ് അല്ലെങ്കിൽ നമ്പർ ആണ്, സിമിലർ ആണെന്ന് ഉറപ്പുവരുത്തണം. ഒരു കുത്തോ കോമയോ അഡീഷണൽ ഉണ്ടെങ്കിൽ എക്സാക്ട് മാച്ചിന്, അതായത് വീലക്കപ്പ് അതിന്റെ ഔട്ട്പുട്ട് മാറ്റും, ഔട്ട്പുട്ട് തരത്തില്ല. ഇപ്പൊ ഞാനിവിടെ ഇതിന് പകരം എക്സാക്ട് മാച്ചിന് പകരം ഞാൻ അപ്രോക്സിമേറ്റ് മാച്ച് ഇട്ടെന്ന് വിചാരിക്കാം. അതിന് ശേഷം ഞാൻ ഒരു സ്പേസ് ഇടുകയാണെങ്കിലും സെയിം എറേഴ്സ്, അതായത് അപ്രോക്സിമേറ്റ് ഇട്ടാൽ പോലും ഇവര് വീലുക്കപ്പ് ഡാറ്റ പുറത്തേക്ക് വരത്തില്ല, അതായത് ഔട്ട്പുട്ട് ആയിട്ട് തരത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡാറ്റ സിമിലർ ആയിരിക്കണം, നെയിംസ് ആണെങ്കിലും എന്താണെങ്കിലും സിമിലർ ആയിരിക്കണം. പ്ലസ്
ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവുമ്പോൾ VLOOKUP വഴി വരുന്ന ഔട്ട്പുട്ട് ഡാറ്റ എന്താണോ അത് ഔട്ട്പുട്ട് ആയിട്ട് തരുന്ന ഡാറ്റ, ആ ഡാറ്റ കറക്റ്റ് ആയിരിക്കില്ല, നമ്മൾ ഇന്റന്റ് ചെയ്ത ഡാറ്റ ആയിരിക്കില്ല ഉണ്ടാവും. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും. VLOOKUP പോലെ തന്നെ ഇപ്പൊ നമ്മൾ വെർട്ടിക്കലി യൂസ് ചെയ്യുന്ന VLOOKUP പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് HLOOKUP. ഇതെന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ഡാറ്റയും ഹൊറിസോണ്ടലി ആവുന്ന കേസുകളുണ്ട്. ഹൊറിസോണ്ടലി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സാമ്പിൾ ഡാറ്റയാണ്. HLOOKUP നമ്മൾ ജനറലി അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈവൻ നമ്മൾ VLOOKUPന്റെ ഫോർമാറ്റ് നമ്മൾ സ്പെഷ്യലി ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, അതായത് ഹൊറിസോണ്ടൽ ഉള്ളത് വെർട്ടിക്കൽ ആവാനും വെർട്ടിക്കൽ ഉള്ളത് ഹൊറിസോണ്ടൽ ആവാനും സ്പെഷ്യലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് VLOOKUP അതായത് വെർട്ടിക്കൽ ആക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് HLOOKUP ലെങ്ത് കൂടുന്നത് കൊണ്ടും റൈറ്റ് സൈഡിലേക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ടും HLOOKUP നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. HLOOKUP ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അക്കാദമിക് അല്ലെങ്കിൽ ഒരു നോളജ് പർപ്പസിന് വേണ്ടി എടുത്താൽ മതി. ഹൊറിസോണ്ടലി ഉള്ള രണ്ട് ടേബിൾസ് തമ്മിലാണ് നമുക്ക് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ എടുക്കുന്നു. ഇവിടെയും താഴെയും കോമൺ ആയിട്ടുള്ള ഇതിപ്പോ ഒരു ഇൻവെന്ററി ഡാറ്റ ആണെന്ന് വിചാരിക്കാം. ഒരു ബില്ലിംഗ് സിസ്റ്റത്തിൽ ഒരു ഇൻവെന്ററി ഡാറ്റ ആണെന്ന് വിചാരിക്കാം. റോ നമ്പർ ഇട്ടിട്ടുണ്ട്, ഐറ്റം നമ്പർ ഇട്ടിട്ടുണ്ട്. വേറൊരു ടേബിളിലാണ് ഐറ്റത്തിന്റെ പ്രൈസ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ VLOOKUP യൂസ് ചെയ്ത പോലെ ഇവിടെ HLOOKUP യൂസ് ചെയ്യുക. സെയിം ആണ്. എന്താണ് ലുക്കപ്പ് വാല്യൂ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലുക്കപ്പ് വാല്യൂ സെലക്ട് ചെയ്തു, പാർട്ടിയുടെ പേരായിരുന്നെങ്കിൽ ഇവിടെ ഐറ്റം നമ്പർ ആണ്. അതായത് രണ്ട് ഡാറ്റയിലും കോമൺ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും എപ്പോഴും VLOOKUP-ലാണെങ്കിലും HLOOKUP-ലാണെങ്കിലും ലുക്കപ്പ് വാല്യൂ ആയിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ടേബിൾ അറേ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ എൻ്റെ ടേബിൾ അറേ വെർട്ടിക്കൽ അല്ല, ഹൊറിസോണ്ടൽ ആയിരിക്കും. ഞാൻ രണ്ട് ഡാറ്റ ഇടുന്നുള്ളൂ. ഞാൻ സെലക്ട് ചെയ്തു. സെയിം കേസ് നമ്മൾ നേരത്തെ സൂക്ഷിക്കേണ്ട അതേ കാര്യം, അതായത് അവിടെ റോ നമ്പർ ആയിരുന്നു റിലവന്റ് എങ്കിൽ ഇവിടെ നമുക്ക് കോളം നമ്പർ ആണ് റിലവന്റ്, വിച്ച് ഈസ് 10. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഓക്കെ, സോറി, റോ നമ്പർ തന്നെയാണ് നമുക്ക് വേണ്ടത്, കോളം അല്ല, റോ നമ്പർ തന്നെയാണ്. ഞാൻ HLOOKUP എടുത്തു, ഒരു പ്രാവശ്യം ഇക്വേഷൻ ഇട്ടു, വാല്യൂ ഇട്ടു, നമ്മുടെ ടേബിൾ അറേ സെലക്ട് ചെയ്തു. ഇവിടെയും റോ നമ്പർ ആണ്, ഇവിടെ റോ നമ്പറിനാണ് റിലവൻസ്, വിച്ച് ഈസ് 2R. രണ്ട് റോ ആണ് ഉള്ളത്. നമുക്ക് ഏത് റോയിലെ ഡാറ്റയാണ് ഔട്ട്പുട്ട് ആയിട്ട് വരേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്തു, വിച്ച് ഈസ് 2, അപ്രോക്സിമേറ്റ് എക്സാക്ട് മാച്ച് എടുത്തു, റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്തു, Ctrl+R യൂസ് ചെയ്തു, ഷോ. VLOOKUP HLOOKUP എന്ന് പറയുന്ന ആ ഡാറ്റയുടെ അലൈൻമെന്റിലുള്ള ഡിഫറൻസ് മൂലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. VLOOKUP വെർട്ടിക്കലുള്ള ഡാറ്റയാണ്. സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് തെറ്റിപ്പോവും. പ്ലസ് ഡാറ്റയിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ, ഇവിടെ ഈ ഒന്നിന് പകരം വെറും ഒന്നാണെങ്കിൽ, നോർമൽ ഒന്നുമില്ല, ഒരിടത്ത് റോമൻ നമ്പർ ആണ് ഉണ്ടായിരുന്നത്, മറ്റടുത്ത് നമ്മുടെ ഇംഗ്ലീഷ് നമ്പേഴ്സ് ആണ്, അറബിക് നമ്പേഴ്സ് ആണുള്ളതെങ്കിൽ അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ VLOOKUP എടുക്കില്ല. ഏതാണോ നമ്മൾ റെഫറൻസ് കൊടുക്കുന്ന സെല്ലിലുള്ള ഡാറ്റ അതിന് സെയിം ഡാറ്റ ആയിരിക്കണം നമ്മുടെ രണ്ടാമത്തെ ടേബിളിലും ഉണ്ടാവുന്നത്. സെയിം ആണ് VLOOKUP-ലും HLOOKUP-ലും അങ്ങനെയാണ്. VLOOKUP വെർട്ടിക്കലി ഉള്ള ഡാറ്റയും HLOOKUP ഹൊറിസോണ്ടൽ ഉള്ള ഡാറ്റയാണ് എടുക്കുന്നത്. ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല, ഡാറ്റകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. VLOOKUP-ൽ നമ്മൾ കോളംസ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ HLOOKUP-ൽ നമ്മൾ റോസ് ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ ആണോ? യെസ് സർ. കൺഫ്യൂഷൻസ് ഉണ്ടോ ആർക്കെങ്കിലും? VLOOKUP യൂസ് ചെയ്തിട്ടുണ്ടാവും മിക്കപ്പോഴും. ഇൻ അഡീഷൻ ടു ദാറ്റ് എന്തെങ്കിലും ഡൗട്ട്, ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇത് ഒരു ഡേറ്റ വെർട്ടിക്കലും ഒരു ഡേറ്റ ഹൊറിസോണ്ടലും ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡേറ്റ ഇപ്പോൾ ട്രാൻസ്പോസ് ചെയ്ത് മാറ്റിയിട്ട് ഒരേ രീതിയിലാക്കിയിട്ട് ഒന്നുകിൽ VLOOKUP അല്ലെങ്കിൽ HLOOKUP അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് കാരണം വെർട്ടിക്കൽ എന്നുള്ളത് നമ്മൾ വെർട്ടിക്കലി ഉള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഡാറ്റ വെർട്ടിക്കലും മറ്റൊരു ഡാറ്റ ഹൊറിസോണ്ടലും ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ശരിയാവത്തില്ല. VLOOKUP എന്ന് പറയുമ്പോൾ വെർട്ടിക്കലി ആണ് അവർ ലുക്കപ്പ് ചെയ്യുന്നത് ഡാറ്റ. ഓക്കെ, ഇപ്പം ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഡാറ്റ
ഇങ്ങനെയാണോ ഉദ്ദേശിച്ചതെന്ന് പറയണേ. ഇങ്ങനെയാണ് ഡാറ്റ എങ്കിൽ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതെ സർ, അതെ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എച്ച് ലുക്കപ്പ് യൂസ് ചെയ്യാം. ലുക്കപ്പ് യൂസ് ചെയ്തു, നമ്മുടെ വാല്യൂ എടുത്തു. അല്ല, ഇവിടെ നമുക്ക് വി ലുക്കപ്പ് ഡാറ്റ എങ്ങനെയാണ് വി ലുക്കപ്പ് എടുത്തു, നമ്മുടെ ലുക്കപ്പ് വാല്യൂ എടുത്തു, ഇവിടെ വരുന്നു. ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ സർ. അതായത് ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏത് ഡാറ്റയിൽ നിന്നാണോ ഇങ്ങോട്ട് നമ്മൾ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ നോക്കുന്നത് ആ ഇതിന്റെ ഫോർമാറ്റ് അത് വെർട്ടിക്കൽ ആണെങ്കിൽ നമുക്ക് വീലൊക്കെ തന്നെ യൂസ് ചെയ്യണം. അത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ, അതായത് നമ്മുടെ സെക്കൻഡ് ടേബിൾ ഈ സാധനം തിരിച്ചിടും. ഇത് ഈ ഡാറ്റ വെർട്ടിക്കൽ ആണ്, നമ്മൾ ഡാറ്റ ഔട്ട്പുട്ട് ഹൊറിസോണ്ടൽ ആണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എച്ച് ലുക്കപ്പ് ആണ്. ഓക്കെ, എച്ച് ലുക്കപ്പ് വാല്യൂ എടുത്തു, സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ റോ അല്ലേ ഉപയോഗിക്കണ്ടേ, റോ യൂസ് ചെയ്തു. ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, അതായത് നമ്മൾ ഏത് ഡാറ്റയിൽ നിന്നാണോ ഔട്ട്പുട്ട് ഫെച്ച് ചെയ്യാൻ നോക്കുന്നത് അതിന്റെ ഡാറ്റ അലൈൻമെന്റിനനുസരിച്ച് വേണം നമ്മൾ വി ലുക്കപ്പ് അല്ലെങ്കിൽ എച്ച് ലുക്കപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? വി ലുക്കപ്പ് എച്ച് ലുക്കപ്പ് പോലെ റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫംഗ്ഷനാണ് എക്സ് ലുക്കപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സമ്മീഫിന്റെ ഫംഗ്ഷൻ സമ്മീഫസ് യൂസ് ചെയ്യുന്നത് പോലെ എക്സ് ലുക്കപ്പ് വി ലുക്കപ്പിന്റെയും എക്സ് ലുക്കപ്പിന്റെയും ഫംഗ്ഷൻ ചെയ്യും. ഇതിൽ നമ്മൾ സെപ്പറേറ്റ് രീതിയിലാണ് ചെയ്യുന്നത്. സെയിം വി ലുക്കപ്പിന്റെ സെയിം ഫംഗ്ഷൻ നമ്മൾ ഇത് ചെയ്യുന്നു. എക്സ് ലുക്കപ്പ് എടുത്തു, നമ്മുടെ ഏത് ഡാറ്റയാണ് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് സെയിം വി ലുക്കപ്പ് ചെയ്യുന്ന പോലെ ലുക്കപ്പ് വാല്യൂ എടുത്തു. ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ ടേബിൾ അറേ അല്ല സെലക്ട് ചെയ്യുന്നത്, നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് പറയുന്നത് ലുക്കപ്പ് അറേയാണ്. അതായത് നമ്മൾ തൊട്ട് വി ലുക്കപ്പിന്റെ കേസിലും എച്ച് ലുക്കപ്പിന്റെ കേസിലും നമ്മൾ ടേബിൾ അറേയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഫുൾ സെറ്റ് ടേബിൾ സെലക്ട് ചെയ്ത് അതിന്റെ റോ അല്ലെങ്കിൽ കോളം നമ്പർ നമ്മൾ ഓർത്ത് വെച്ചിട്ട് വേണം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കേസിൽ നമ്മൾ ലുക്കപ്പ് അറേ സെലക്ട് ചെയ്തു. ഇതിനുശേഷം നമുക്ക് ഏത് ഡാറ്റയാണ് ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത് അത് സെലക്ട് ചെയ്തു. ഈ ഒരു ഡാറ്റയിൽ എതിട്ടതിന് ശരിയാവില്ല, ഡ്യൂപ്ലിക്കേറ്റ്സ് ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ഇടാം. എക്സ് ലുക്കപ്പ് ഇട്ടു, ഏത് ഡാറ്റയാണ് ഔട്ട്പുട്ട് ആയിട്ട് വരേണ്ടത് അത് ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലുക്കപ്പ് പറയാണ്, ഏത് ഡാറ്റയിലാണ് ഞാൻ സെർച്ച് ചെയ്യേണ്ടത് ലുക്കപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ലുക്കപ്പിൽ നമ്മൾ ടേബിൾ അറേ സെലക്ട് ചെയ്തതിനു ശേഷം ഏത് കോളത്തിലെ ഡാറ്റയാണ്, അതായത് നമ്പർ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം വലിയ ഡാറ്റ ആകുമ്പോൾ വലിയ ഡാറ്റ ഇപ്പോൾ ഒരു 15 കോളമുള്ള ഒരു ഡാറ്റയിൽ നമുക്കൊരു 7ാമത്തെ ഒക്കെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പ്രയാസമുള്ള കേസുകളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏത് കോളത്തിലെ വാല്യൂ ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത് റിട്ടേൺ ആയി. നമ്മൾ അവിടുത്തെ കേസിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കോളം നമ്പർ അല്ലെങ്കിൽ റോ നമ്പർ കൊടുത്തു. ഇതിൽ ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ല, അത്രയും ഓർത്തിരിക്കേണ്ട. എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്, എന്താണ് ഔട്ട്പുട്ട് വേണ്ടത് സെലക്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, ഇതിന് അവസാനം നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നു. സെയിം കേസ് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണ്, ഈ ഒരു കേസിൽ വി ലുക്കപ്പിനും എക്സ് ലുക്കപ്പിനും ഡിഫറൻസുകളില്ല. ഓക്കെ, സെയിം ഫംഗ്ഷൻ സെയിം ഇതാണ് സെർവ് ചെയ്യുന്നത്. വി ലുക്കപ്പ് വെർട്ടിക്കലി ഉള്ള ഒരു ഡാറ്റ അതിനകത്ത് ഔട്ട്പുട്ട് നമുക്ക് തന്നു. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ടേബിൾ സെലക്ട് ചെയ്ത് ഏത് കോളത്തിലെ ഡാറ്റയാണ് ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത് അതാണ് ഔട്ട്പുട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എക്സ് ലുക്കപ്പ് ചെയ്യുന്നത് സെലക്ട് ചെയ്യേണ്ടത് അറേ നമുക്ക് സെലക്ട് ചെയ്യാം, ഔട്ട്പുട്ട് വരേണ്ടതും സെലക്ട് ചെയ്യാം. കോളം നമ്പേഴ്സ് ഒന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഡിഫറൻസ് പിടി കിട്ടും. എച്ച് ലുക്കപ്പിലും സെയിം തന്നെയാണ്.
എക്സ് ലുക്കപ്പ് എച്ച് ലുക്കപ്പിൽ നമുക്ക് സെയിം പോലെ തന്നെ യൂസ് ചെയ്യാം. നമുക്ക് കാണിച്ചു തരാം. അതായത് നമ്മൾ എച്ച് ലുക്കപ്പ് യൂസ് ചെയ്ത പോലെ തന്നെ ലുക്കപ്പ് വാല്യൂ ഇട്ടു. നമുക്ക് എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്, റോ കോളം നമ്പേഴ്സ് ഒന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട കേസില്ല. സെർച്ച് ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് വരേണ്ടത് സിമ്പിൾ. കോളംസ് നമ്പേഴ്സ്, റോ നമ്പേഴ്സ് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. VLOOKUP കോളം ആണോ റോ ആണോ എന്നില്ല. VLOOKUP HLOOKUP-നേക്കാളിലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വെർഷൻ ആണിത്. VLOOKUP HLOOKUP അറിയാത്ത ആൾക്കാർക്ക് നേരിട്ട് HLOOKUP പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷനാലിറ്റി പിടികിട്ടാത്തതുകൊണ്ടാണ് VLOOKUP HLOOKUP ആദ്യമേ പറഞ്ഞത്. ഇത്രയും XLOOKUP-ൽ ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നോ സർ. HLOOKUP-ഉം VLOOKUP-ഉം അല്ലാതെ നമുക്കിപ്പോ അത് ഉപയോഗിക്കുന്ന കേസിൽ ഇപ്പൊ സാധാരണ നമ്മളിപ്പോ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കംപ്ലീറ്റ്ലി ഇപ്പൊ XLOOKUP-ലോട്ട് മാറാൻ പറ്റുമല്ലോ അല്ലേ? അത് കുഴപ്പമില്ല. നമ്മുടെ അപ്ഡേറ്റഡ് വേർഷൻസിൽ XLOOKUP അവൈലബിൾ ആണ്. എക്സലിന്റെ റീസെന്റ് വന്ന എക്സൽ ഓഫീസിന്റെ അപ്ഡേറ്റിൽ വന്നതാണ് XLOOKUP എന്നുള്ളത്. സെയിം ഫംഗ്ഷൻ ആണ്. VLOOKUP-നെയും HLOOKUP-നേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ് ആയെന്നേ ഉള്ളൂ. അഡ്വാൻസ്മെന്റിനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് അഡീഷണലി പറയാം. ഇത് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് കൺഫ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൺഫ്യൂഷൻ ഉണ്ടോ അതോ ഞാൻ നെക്സ്റ്റിലേക്ക് പോട്ടെ? ഓക്കെ സർ. ഓക്കെ. മെയിൻ അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ടെക്സ്റ്റ് കോളം വെച്ചിട്ട് ഒരു ഡാറ്റ ബ്രേക്ക് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു സെയിൽസ്, ഓരോരുത്തരുടെയും സെയിൽസ് എത്രയാണെന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ ഇതൊരു ചെറിയ ഡാറ്റ ആയതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ കണ്ട് എടുക്കാൻ പറ്റും. ഒരു പക്ഷേ ഒരു വലിയ ഒരു 1000 അല്ലെങ്കിൽ 2000 എംപ്ലോയീസ് ഉള്ള അല്ലെങ്കിൽ വളരെ വലിയ ഒരു കമ്പനി, പക്ഷെ അവർക്ക് MIS അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. എക്സൽ വെച്ചാണ് അവർ റൺ ചെയ്യുന്നത്. MIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. മാനേജ്മെന്റ് അതൊരു ERP, അതായത് സോഫ്റ്റ്വെയർ ആയിട്ടുള്ളതാണ്. നമുക്ക് വേണ്ട ഔട്ട്പുട്ട്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കാം. അത് അത്രയ്ക്കൊന്നും ഫണ്ടില്ല, പക്ഷെ ഒരുപാട് ലേബേഴ്സ് ഉള്ള ഒരു കമ്പനി, ഒരു നോർമൽ കമ്പനിയാണ്. അവർ എക്സൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് സിറ്റുവേഷൻ. അപ്പൊ അവർക്ക് ഒരു 1000 എംപ്ലോയീസ് 1500 എംപ്ലോയീസ് ഉണ്ട്. അവർക്ക് സെയിൽസിലുള്ള ആൾക്കാരുടെ അവരുടെ ടോട്ടൽ പെർഫോമൻസ് വെച്ചിട്ട് അവർക്ക് ഇൻസെന്റീവ് കൊടുക്കും. ഓക്കെ, അതാണ് അവരുടെ പർപ്പസ്. അപ്പം ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇഫ്, നോർമലി ഈഫ് ഇക്വേഷൻ ഇഫ് ഇങ്ങനെ ഇഫ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 1 lakh എന്ന് കൊടുത്ത് ആണെങ്കിൽ ദിസ് ഇസ് ഇൻറ്റു ലൈക്ക് ഇഫ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 1 lakh ആണെങ്കിൽ വലിയ ടേബിൾ കൊടുത്ത് ഇതിനകത്ത് തന്നെ VLOOKUP കൊടുത്തൊക്കെയാണ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇക്വേഷൻ ആയിരിക്കും. അതായത് നമുക്ക് സമയം ഒരുപാട് എടുക്കുകയും ചെയ്യും. ബിക്കോസ് ഇഫ് VLOOKUP ഒരുമിച്ച് വരും. നമ്മൾ സിംപ്ലി ഇഫ് എടുക്കുകയാണെങ്കിൽ ഞാൻ സിംപ്ലി നിങ്ങൾക്ക് പറയാം. അപ്പം ഇഫ് ഈ ആള് this is equal to 2017 ഇതാണിത് ആണെങ്കിൽ പുള്ളിയുടെ സാലറി ഇൻറ്റു 0.01% ആണ്, അല്ലെങ്കിൽ 0 ആണ്. ഇങ്ങനെ ഞാൻ ഇക്വേഷൻ കൊടുക്കും. അപ്പൊ ഇതിനകത്ത് എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്, കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ പലർക്കും പല ക്രൈറ്റീരിയ ആയിരിക്കും, മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് വരും, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ഇഫ് VLOOKUP അങ്ങനത്തെ ഒരുപാട് ഫങ്ഷൻസ് ഒരുമിച്ച് യൂസ് ചെയ്യണം. അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ, കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല, ഇഫ് യൂസ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഇഫ് യൂസ് ചെയ്യണം. നമുക്ക് XLOOKUP-ന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു വെർഷൻ ഉണ്ട്. അതായത് നമ്മൾ നോർമലി ഇക്വേഷൻ ഇടുന്ന പോലെ XLOOKUP ഇട്ടു. ഇതില് ഞാൻ കമ്മീഷൻ ആണ് XLOOKUP ചെയ്യാൻ ഉദ്ദേശിച്ചത്, എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. XLOOKUP ചെയ്തു. എൻ്റെ സൈഡിൽ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ഡാറ്റ ഉണ്ട്. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. 1 lakh ആണ് നിങ്ങളുടെ ടോട്ടൽ സെയിൽസ് എങ്കിൽ യു ഡോണ്ട് ഹാവ് എനി കമ്മീഷൻ. ഇഫ് യുവർ സെയിൽസ് ഈസ് 2 lakhs, 2 lakhs-ന് 1% ആയിരിക്കും. if 1 lakh-ന് മുകളിലാണ് 2 lakh-ന് താഴെയാണെങ്കിലും യു ഏൺ 1%. if it is more than 2 lakhs but less than 3 lakhs ആണെങ്കിൽ, 3 lakhs വരെ ഉള്ളവർക്ക്
ടോട്ടൽ സെയിൽസിന്റെ 2%. ഇതൊരു ഞാൻ ഇട്ടൊരു ക്രൈറ്റീരിയ ആണ്. 5 lakhs മുകളിലാണെങ്കിൽ അവരുടെ സെയിൽസ് എത്രയാണെങ്കിലും അതിന്റെ 5% ആയിരിക്കും കമ്മീഷൻ. ഈ ഒരു കേസിൽ എനിക്ക് എക്സ് ലുക്കപ്പ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും ഞാൻ നോക്കാം. അല്ലാത്ത കേസുകൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒന്ന് ഇൻഡിവിജ്വലി ഐഡന്റിഫൈ, എണ്ണം കൂടും തോറും ഇറ്റ് ഗെറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. ഇക്വേഷൻസ് ഇടണം, നമ്മൾ കണ്ടുപിടിക്കണം, അങ്ങനത്തെ. ഇപ്പം ഞാൻ എടുത്തു, എപ്പോഴും ഓർക്കണം കോൺസ്റ്റന്റ് ആക്കേണ്ട സാധനങ്ങൾ കോൺസ്റ്റന്റ് ആക്കണം. ശേഷം എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? റിട്ടേൺ ചെയ്യേണ്ടത് കമ്മീഷന്റെ പെർസെൻറ്റേജ് ആണ്. ഓക്കെ. ഇഫ് നോട്ട് ഫൗണ്ട്, ഇത് അഡീഷണലി ഉള്ളതാണ്. നമ്മൾ നേരത്തെ ഇഫില് നോർമൽ ഇഫ് ക്ലോസിൽ വാല്യൂ ഇല്ലെങ്കിൽ 0 കൊടുക്കാന്ന് പറയുന്ന പോലെ നമുക്കിവിടെ 0 കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും ഇപ്പൊ എന്നെ ടെക്സ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് ഡബിൾ കോളന്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ടേബിളിൽ 1,50,000 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇല്ല. വാല്യൂ ഇല്ലാത്തത് കൊണ്ട് വാല്യൂ നോട്ട് ഫൗണ്ട് ആണെങ്കിൽ നോട്ട് അവൈലബിൾ എന്ന് വരും. ദാറ്റ്സ് ആൻ അഡീഷണൽ ഓപ്ഷൻ എക്സ് ലുക്കപ്പിലുള്ളത്. പഴയതിലാണെങ്കിൽ നമ്മൾ 0 ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇഫ് എറർ നമുക്ക് സെയിം ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇഫ് ഇങ്ങനെയാണെങ്കിൽ ഞാനിത് കളയാണ്, പകരം എനിക്ക് ഒരു കാര്യം കൂടെ അഡീഷണലി ഇപ്പൊ ചെയ്യാൻ പറ്റും. ഞാൻ 0 കൊടുത്തു. മാച്ച് മോഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, മാച്ച് മോഡ് എക്സ് ലുക്കപ്പിൽ തന്നെ ഉള്ളതാണ്. പഴയ വി ലുക്കപ്പിലോ എച്ച് ലുക്കപ്പിലോ ഒന്നും ഇല്ലാതെ എക്സ് ലുക്കപ്പിൽ അഡീഷണൽ ആയിട്ട് വന്നതാണ്. വിച്ച് ഈസ് മാച്ച് മോഡ് എന്ന് പറയുന്നത്. there are 4 ഓപ്ഷൻസ്. ഇതിനകത്ത് ഫസ്റ്റ് വൺ എക്സാക്ട് മാച്ച് ആണ്. എക്സാക്ട് മാച്ച് നമുക്ക് ഇവിടെയും പിന്നെയും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എക്സാക്ട് മാച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഓൾറെഡി എക്സ് ലുക്കപ്പിൽ അതിന്റെ ഔട്ട്പുട്ട് വന്നേനെ. നെക്സ്റ്റ് ഉള്ളത് എക്സാക്ട് മാച്ച് ഓർ നെക്സ്റ്റ് സ്മോളർ ഐറ്റം, സെയിം അല്ലെങ്കിൽ അതിന് തൊട്ട് താഴത്തെ ഐറ്റം. ഓക്കെ. ഓർ എക്സാക്ട് മാച്ച് ഓർ നെക്സ്റ്റ് ലാർജർ ഐറ്റം. അപ്പൊ നമ്മുടെ ഇവിടെ കേസിൽ എല്ലാ 1 lakhലുമാണ് കമ്മീഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഇടയ്ക്കുള്ള ആൾക്കാർക്ക് അതിന്റെ തൊട്ട് മുകളിലുള്ള എമൗണ്ട്, ആ എമൗണ്ടിന്റെ പെർസെൻറ്റേജ് ഔട്ട്പുട്ട് ആയിട്ട് വരാം. നെക്സ്റ്റ് ലാർജർ ആണ് കൊടുക്കേണ്ടത്. ഞാൻ ഈ കേസിൽ നെക്സ്റ്റ് ലാർജർ കൊടുക്കുകയാണ്. ഞാൻ ടാബ് പ്രസ് ചെയ്യണം. നിങ്ങൾ അവിടെ നോക്കുകയാണെങ്കിൽ വൈൽഡ് കാർഡ് ക്യാരക്ടർ മാച്ച് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിന് എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ മീനിങ് കൊടുക്കുന്ന കേസുകളിൽ ലുക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൈൽഡ് കാർഡ് ക്യാരക്ടർ മാച്ച് യൂസ് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ ഒരു കേസിന് വേണ്ടിയിട്ട് ലാർജർ കൊടുക്കുകയാണ്. കൊടുത്തു. നെക്സ്റ്റ് അവർ ചോദിക്കുന്നുണ്ട് സെർച്ച് ഫസ്റ്റ് ടു ലാസ്റ്റ് സെർച്ച് ചെയ്യുന്നത്. അതായത് വി ലുക്കപ്പ് എച്ച് ലുക്കപ്പ് എക്സ് ലുക്കപ്പ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാറ്റയിൽ നിന്ന് നമ്മൾ പറയുന്ന ഡാറ്റ ഔട്ട്പുട്ട് ആയിട്ട് സെർച്ച് ചെയ്ത് ഔട്ട്പുട്ട് വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടു ലാസ്റ്റ് സെർച്ച് ചെയ്യണോ, ലാസ്റ്റ് ടു ഫസ്റ്റ് സെർച്ച് ചെയ്യണോ, ബൈനറി സെർച്ച് നമ്പേഴ്സിൻ്റെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് ചെയ്യണോ, ഡിസെൻഡിങ് ഓർഡർ സോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഫസ്റ്റ് ടു ലാസ്റ്റ് ആണ് കൊടുക്കുന്നത്. വി ഹാവ് ഓപ്ഷൻസ്. നമ്മുടെ ഡാറ്റ എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ഓപ്ഷൻസ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ടു ലാസ്റ്റ് ഉണ്ട്, ലാസ്റ്റ് ടു ഫസ്റ്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടു ലാസ്റ്റ് കൊടുക്കുകയാണ്. സെലക്ട് ചെയ്തു. നിങ്ങളോട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പെർസെൻറ്റേജ് വന്നു. മനസ്സിലായോ? ഈവൻ ദോ എൻ്റെ, അതായത് പഴയ ഞാൻ ഇപ്പൊ ഇതിന് പകരം ഇഫ് ഐ യൂസ് വി ലുക്കപ്പ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ ഞാൻ ഇവിടെ എടുത്തു, വി ലുക്കപ്പ് എടുത്തു, എൻ്റെ ഡാറ്റ ഞാൻ സെലക്ട് ചെയ്തു. വിച്ച് ഈസ് നമ്മുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോളമാണ് ഫോൾസ് ഓർ ട്രൂ. ഇങ്ങനെ ഒരു ഓപ്ഷനാണ് എനിക്ക് വരും. എനിക്ക് അതിന് തൊട്ട് മുകളിലുള്ളതോ അതിന് തൊട്ട് താഴെയുള്ളതോ ഒരു സാധനം സെർച്ച് ചെയ്തിട്ട്, ഇപ്പം നമുക്ക് ഇതിലൂടെ സെയിൽസ് കമ്മീഷൻ ആയിരിക്കാം, ഇങ്ങനത്തെ പല കേസുകളിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തൊട്ട് മുകളിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഇതിന്റെ ഡാറ്റ നമ്മുടെ ബേസ് ഡാറ്റയിൽ നിന്ന് അവർ ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവരും. പല റിക്വയർമെന്റ് ഉണ്ട്. ഞാനിവിടെ ഒരെണ്ണത്തിൽ കൊടുത്തിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ 5 lakhs ആണ്. ഗ്രേറ്റർ ദാൻ 5 lakhs വരുന്ന എല്ലാ കേസുകളും ഇവര് 5%, 37 lakhs വന്നപ്പോൾ അവർ 5% ആയിട്ടിരിക്കുന്നത്, 5.5 lakhs വന്നപ്പോൾ 5% ആയിട്ടിരിക്കുന്നത്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ് ലുക്കപ്പ് സെർച്ച് ചെയ്തിട്ട് അതിന്റെ തൊട്ട് മുകളിലുള്ളത്, താഴെയാണ് വേണമെങ്കിൽ തൊട്ട് താഴെയുള്ളതിന്റെ സെർച്ച് ചെയ്തിട്ട് അതിന്റെ നമ്മൾ എന്താണോ ഏത് റോയാണോ നമ്മൾ അല്ലെങ്കിൽ ഏത് കോളമാണോ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നത് അത് ഔട്ട്പുട്ട് ആയിട്ട് ചെയ്യും. ഓക്കെ.
ഇതിന് ഒരേ വി ലുക്കപ്പിലും എച്ച് ലുക്കപ്പിലും നമുക്ക് വർക്ക് ചെയ്യാം. രണ്ട് സെറ്റ് ഓഫ് ഡാറ്റ വരുമ്പോൾ അതിന് കൺഫ്യൂഷൻ ആവും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് അതായത് നമുക്ക് വി ലുക്കപ്പ് ചെയ്യേണ്ട ഡാറ്റ വെർട്ടിക്കലും നമ്മുടെ ബേസ് ഡാറ്റ ഹൊറിസോണ്ടലും ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ബട്ട് സെർച്ച് ചെയ്യേണ്ടത് ഒരു ടേബിളും ഔട്ട്പുട്ട് വേണ്ടത് വേറൊരു ടേബിളും ആവാൻ പാടില്ലെന്നേ ഉള്ളൂ. ഓക്കെ, കൺഫ്യൂഷൻസ് ഉണ്ടോ? വി ലുക്കപ്പിൽ നേരത്തെ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ആൾ ക്ലിയർ ആണ് സർ. എക്സ് ലുക്കപ്പ് നിങ്ങൾക്ക് അതായത് ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ചേഞ്ച് ആണ്. വി ലുക്കപ്പിൽ നമുക്ക് ബേസിക്കലി ലുക്കപ്പ് എടുക്കാനേ പറ്റുള്ളൂ. ബട്ട് എക്സ് ലുക്കപ്പിൽ വി ക്യാൻ ഡു ദ ബോത്ത് തിങ്സ്. വി ലുക്കപ്പ് ആൻഡ് എച്ച് ലുക്കപ്പ് ചെയ്യാൻ പറ്റും. പ്ലസ് അഡീഷണൽ ഇങ്ങനത്തെ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ, ഇങ്ങനത്തെ ഔട്ട്പുട്ട്സ് സ്മോളർ, ലാർജർ, ബൈനറി സെർച്ച് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓക്കെ അല്ലേ? യെസ് സർ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിവോട്ട് ടേബിൾ ആണ്. പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ സമ്മീഫ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സമ്മറി എടുത്തത് സിംപ്ലി പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് ആയിട്ട് വരാൻ പറ്റും. അതായത് പിവോട്ട് ടേബിളിന്റെ ഇഷ്യൂസ് ഞാൻ അവസാനം പറഞ്ഞുതരാം. കാരണം ഇതിനകത്ത് പല സാധനങ്ങളും തൊട്ട് താഴത്തെ ഫംഗ്ഷനേക്കാളും ബെറ്റർ ആണ്. സമ്മീഫിനേക്കാളും ബെറ്റർ ആണ് സമ്മീഫസ്. ബട്ട് സമ്മീഫ് അറിയാണ്ട് നമുക്ക് സമ്മീഫസ് ചെയ്യാൻ പറ്റില്ല. വി ലുക്കപ്പ് എച്ച് ലുക്കപ്പിനേക്കാളും ബെറ്റർ വെർഷൻ ആണ് എക്സ് ലുക്കപ്പ് എന്ന് പറയുന്നത്. ബട്ട് വി ലുക്കപ്പും എക്സ് ലുക്കപ്പും എങ്ങനെ എച്ച് ലുക്കപ്പും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അറിയാത്ത ഒരാൾക്ക് എക്സ് ലുക്കപ്പ് ഭയങ്കര പാടായിരിക്കും. സോ നമ്മളത് മനസ്സിലാക്കണം, ഡിഫറൻസ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇനിയിപ്പം വി ലുക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർ എക്സ് ലുക്കപ്പിലേക്ക് ഓൾ ഓഫ് എ സഡൻ ഷിഫ്റ്റ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കംഫർട്ട്നെസ് അനുസരിച്ച്. ബട്ട് ബെറ്റർ വെർഷൻ ആണ്, കംഫർട്ട്നെസ്സിന് അനുസരിച്ച് വേണം മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിവോട്ട് എന്ന് പറയുന്നത് സെയിം ആണ്, സം പോലത്തെ ഒരു ഫംഗ്ഷൻ ആണ്. നമ്മുടെ ഡാറ്റ സെറ്റ്, നമ്മുടെ മൊത്തം ഡാറ്റ സെലക്ട് ചെയ്യുക. ഞാൻ ഈ 26 years മൊത്തം സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ ഇൻസേർട്ടിൽ പോയിട്ട് പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിനൊക്കെ ഇതുപോലെ ഒരു സാധനം പിവോട്ട് ചാർട്ട് ഉണ്ട്, വിച്ച് ഈസ് എയ്തർ എ ചാർട്ട് ഓർ ചാർട്ട് ആൻഡ് ടേബിൾ. ഒരുമിച്ച് വരുന്നതാണ് പിവോട്ട് ചാർട്ട് അല്ലെങ്കിൽ പിവോട്ട് ടേബിൾ ഉണ്ട്. നമ്മളിപ്പോൾ പിവോട്ട് ടേബിൾ ആണ് പഠിക്കുന്നത്. അത് തന്നെയാണ് സെയിം മോഡലിൽ തന്നെയാണ് പിവോട്ട് ചാർട്ടും വർക്ക് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു ചാർട്ടായിട്ട് വരും. അതല്ല, അത് ദിസ് ഇസ് മെയിൻലി ഫോർ പ്രസന്റേഷൻ പർപ്പസ്, വിച്ച് ഇസ് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ സമ്മറി ഒരു ചാർട്ടിലേക്ക്, ഒരു കമ്പാരിസൺ, ഒരു ഇയർ വൈസ് കമ്പാരിസൺ അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ കമ്പാരിസൺ ഒക്കെ ചെയ്യുന്ന സമയത്ത് വി കൻ യൂസ് പിവോട്ട് ചാർട്ട്. ഇപ്പൊ ടേബിളും ചാർട്ടും വേണ്ട സമയത്ത് ഒരു പ്രസന്റേഷൻ വരികയാണ്, നമ്മുടെ സെയിൽസ് സെഗ്മെന്റിന്റെ ഒരു പ്രസന്റേഷൻ വരികയാണെങ്കിൽ വി കൻ യൂസ് പിവോട്ട് ചാർട്ട് ആൻഡ് പിവോട്ട് ടേബിൾ. അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് ചാർട്ടും ടേബിളും വരും. നമ്മൾ ഇൻസേർട്ടിൽ പോകുന്നു, പിവോട്ട് ടേബിൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ക്രിയേറ്റ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ആകുന്നു. ശേഷം നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. സെലക്ട് എ ടേബിൾ ഓർ റേഞ്ച് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുണ്ട്. അതല്ല, നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ആ ഡാറ്റ റേഞ്ച്, നമ്മുടെ ഏത് റേഞ്ചിലുള്ള ഡാറ്റയാണ് ഔട്ട്പുട്ടായിട്ട് വരേണ്ടത്, ആ ഡാറ്റ റേഞ്ച് സെലക്ട് ചെയ്യാം. ഔട്ട്പുട്ടായിട്ട് വന്നു. ഓൾസോ വി ക്യാൻ യൂസ് an external data source to create a pivot table. ബട്ട് എക്സലിൽ നിന്ന് എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സിലേക്ക് നമ്മൾ ലിങ്കുകൾ പോകും തോറും, കണക്ഷൻസ് പോകും തോറും എക്സൽ കറപ്റ്റ് ആവാനും അതുപോലെ സർക്കുലർ റെഫറൻസുകൾ വരാനും ചാൻസ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ റെഫറൻസുകൾ വരാൻ, ചിലപ്പോൾ ഡാറ്റ എറേഴ്സ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ഈ റേഞ്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം എവിടെയാണ് പിവോട്ട് ടേബിൾ, വേർ യു വാണ്ട് ടു പുട്ട് ദ പിവോട്ട് ടേബിൾ, വേറൊരു പുതിയ ഷീറ്റിൽ വേണോ, പുതിയ വർക്ക് ഷീറ്റിൽ വേണോ, ഓർ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റിൽ വേണോ. ഇപ്പൊ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റിൽ നമ്മൾ ചുമ്മാ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു ഷീറ്റിലേക്ക് ആ ഔട്ട്പുട്ട് വരും. ഞാനിപ്പോൾ അതിന് ഒരു ലൊക്കേഷൻ ഇടുകയാണ്. പിവോട്ട് എൻ്റെ ഒരു ടേബിൾ ഉണ്ട്, ഞാൻ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചത്, അതെടുത്തു. അപ്പൊ നമ്മുടെ ഡാറ്റ റേഞ്ച് ഏത് റേഞ്ചിന്റെ ആണ്, ഏത് ഡാറ്റയുടെ ആണ് നമുക്ക് പിവോട്ട് വേണ്ടത്, പ്ലസ് എവിടെയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഡാറ്റ ഇപ്പോഴത്തെ നമ്മുടെ ഒരു എക്സൽ ഷീറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും, പ്ലസ് പുറത്തുനിന്ന് വേറൊരു സോഴ്സിൽ നിന്ന് എടുക്കാൻ പറ്റും. പുതിയൊരു ഷീറ്റിലേക്കും പിവോട്ട് കൊണ്ടുവരാൻ പറ്റും. എക്സിസ്റ്റിംഗ് ഷീറ്റിലെ പുതിയൊരു
എക്സിസ്റ്റിംഗ് വർക്ക് ബുക്കിൽ പുതിയൊരു ഷീറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതല്ല എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ, ഞാൻ ഓൾറെഡി ഒരു വീലൊക്കെ പിവോട്ട് വേറെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പിവോട്ട് സെലക്ട് ചെയ്ത് എൻ്റെ ലൊക്കേഷൻ ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആണ്, അഡീഷണൽ ഡയലോഗ് ബോക്സ് പോലെയാണ് വന്നിരിക്കുന്നത്. വിസിബിൾ അല്ലേ? ഫുൾ സ്ക്രീൻ വിസിബിൾ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇതില് നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പിവോട്ട് ടേബിളിനകത്ത് പിവോട്ട് ടേബിൾ ഫീൽഡ്സ് എന്ന് പറയുന്നത് കാണാം. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്ത ഡാറ്റയിൽ എന്തൊക്കെയാണ് കോളംസ് ഉള്ളത് എന്നുള്ള ഹെഡിങ് ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ നേരെ വന്ന് നെയിം ഓഫ് ദി ഡിറ്റക്ടർ നമുക്ക് ഡ്രാഗ് ഡൗൺ ചെയ്ത് ഫിൽറ്റേഴ്സിൽ കൊണ്ടുവരും. അപ്പൊ ഫിൽറ്റേഴ്സിൽ ഇടുമ്പോഴത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ഫിൽറ്റർ ദാറ്റ് ഔട്ട്. നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ് അത് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കേസിൽ ഞാൻ ഫിൽറ്റർ ചെയ്തെടുക്കുന്നില്ല. പകരം എനിക്ക് കോളംസിൽ എനിക്ക് റോസിൽ ആൾക്കാരുടെ ഡീറ്റെയിൽസ് വേണം, അല്ലെങ്കിൽ എനിക്ക് കോളംസിൽ ആൾക്കാരുടെ ഡീറ്റെയിൽസ് വേണം. നമ്മുടെ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് വേണ്ടത്, കോളം ആയിട്ട് വേണോ അതോ റോയിൽ വേണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് ഡ്രാഗ് ഡൗൺ ചെയ്തിടുക. പ്ലസ് എനിക്ക് സെക്ഷൻ കോളംസിൽ കിട്ടണം. നിങ്ങൾക്ക് ഇതിന്റെ ഞാനിവിടെ വരും ഓരോന്നും ഡ്രാഗ് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഡാറ്റ അവിടെ ടേബിൾ അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് ഇനി ഇൻ കേസ് ഈ നെയിമിൽ ഫിൽട്ടർ ഇടണമെങ്കിൽ സോ ഫിൽറ്ററിനോട് ക്ലിക്ക് ചെയ്യാനെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ സെക്ഷനിൽ ഫിൽട്ടർ ഇടണമെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇന്ന പാർട്ടിയുടെ മാത്രമായിട്ട്. ഈ ഒരു കേസിൽ ഞാൻ ഫിൽട്ടർ യൂസ് ചെയ്യുന്നില്ല, ഫിൽട്ടർ ഒഴിവാക്കുകയാണ്. നമുക്ക് ഫിൽട്ടർ ഒഴിവാക്കണമെങ്കിൽ നേരെ ഇവിടെ വരിക, നമ്മുടെ ക്ലിക്ക് ചെയ്യാം, ഓക്കെ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് റിമൂവ് ഫീൽഡ്സ് അല്ലെങ്കിൽ മൂവ് ടു എവിടെ ഏതെങ്കിലും സെല്ലിലേക്ക് മൂവ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഫീൽഡ് സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ അങ്ങനെയുള്ള മാറ്റങ്ങൾ. അപ്പൊ നമുക്കിത് റിമൂവ് ചെയ്യാണ്. നമ്മൾ ക്ലിക്ക് ചെയ്തു റിമൂവ് ഫീൽഡ് കൊടുത്തു. അപ്പോൾ നമ്മുടെ സെക്ഷൻ ഇത് നെയിം നമുക്ക് നേരെ റോയിൽ ഇട്ടു. നമ്മളിങ്ങനെ ഓരോ പാർട്ടിയുടെയും സെക്ഷൻ വൈസ് ആയിട്ടുള്ള ഇതാണ് വരുന്നത്. നമ്മൾ സെലക്ട് ചെയ്തതിനകത്ത് ഒരു ബ്ലാങ്ക് ഉള്ളത് കൊണ്ട് ആ ബ്ലാങ്കും ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. നമുക്കത് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഏതൊക്കെ ഡാറ്റയാണ് ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത്. ഞാൻ ഇവിടെ ഈ കേസിൽ എമൗണ്ട് ഓഫ് സം ഓഫ് എമൗണ്ട് പെയ്ഡ്, അതായത് എമൗണ്ട് പെയ്ഡ് ഓർ ക്രെഡിറ്റർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്ലസ് നമുക്ക് TDS. അപ്പൊ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു സെക്ഷൻ 194A എന്ന് പറയുന്ന ഒരു സെക്ഷൻ, ഒരു പെർട്ടിക്കുലർ ഇതിന്റെ ഇടയിൽ 2 കോളത്തിന് സമ്മ് വന്നിട്ടുണ്ട്. സം എന്ന് പറയുമ്പോൾ നമുക്ക് അതും ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സിൽ പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം സാധനം സബ് ടോട്ടലിലും അതുപോലെ നമ്മൾ സബ് ടോട്ടലിൽ കണ്ട പോലെ സമ്മ്, കൗണ്ട്, ആവറേജ്, മാക്സ്, കൗണ്ട് നമ്പേഴ്സ്, പ്രൊഡക്റ്റ്, അങ്ങനെ അഡീഷണലി ഉള്ള എല്ലാ സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് സം മാറ്റി നമുക്ക് കൗണ്ട് ആണ് ഔട്ട്പുട്ട്, അതായത് എമൗണ്ട് പെയ്ഡിന്റെ കൗണ്ട് ആണ് വേണ്ടതെങ്കിൽ അവിടെ കൗണ്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ കോളം കൗണ്ടുമായി, രണ്ടാമത്തെ കോളം സമ്മുമായി. ഇതിനനുസരിച്ച് നമുക്ക് നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് വാല്യൂസിലാണ് നമ്മുടെ സം, കൗണ്ട് എന്ന സാധനങ്ങൾ ഇടുക. കോളംസ് വേണ്ടത് ഏതൊക്കെയാണ് നമുക്ക് ഡ്രാഗ് ഡൗൺ ചെയ്തിടുക. റോസിൽ എന്തൊക്കെയാണ് വേണ്ടത് അത് ഡ്രാഗ് ഡൗൺ ചെയ്തിടുക. സോ നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് ഓരോ എന്താണ് സമ്മാണോ, സമ്മ, കൗണ്ട്, പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇതാണ് നമ്മുടെ പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. ഇതിപ്പം ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് ഞാൻ സെക്ഷൻ താഴോട്ടാക്കിയിട്ട് നെയിം ഓഫ് ദി ഡിറ്റക്ടർ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. പാർട്ടി വൈസ് ആയിട്ടുള്ള ഒരു ഇത്. ഇതിന്റെ താഴെ തന്നെ നമുക്ക് ഇത് ഓരോന്നിന്റെയും ടോട്ടൽസ് കൊടുത്തിട്ടുണ്ട്.
വിച്ച് ഈസ് കറക്റ്റ്. ഇക്വേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഷുഡ് ബി കറക്റ്റ്. പിന്നെ ഇങ്ങനെ റൈറ്റ് മോസ്റ്റ് സൈഡിലേക്ക് ഒരു ഗ്രാൻഡ് ടോട്ടലും കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിത് സെലക്ട് ചെയ്യുക. നമുക്ക് സാധാ ടേബിൾസ് ഒക്കെ ഫോർമാറ്റ് ചെയ്യുന്ന പോലെ ഇതിനും ബോർഡേഴ്സ് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്പർ ഫോർമാറ്റിംഗ്, ഇന്ത്യൻ INR-ന്റെ രീതിയിലുള്ള നമ്പർ ഫോർമാറ്റിങ്ങും ഇതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. എന്ത് ഫോർമാറ്റിംഗ് വേണമെങ്കിലും പിവോട്ട് ടേബിൾസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കോളംസ് റോസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്പർ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫോൺസ് മാറ്റണമെങ്കിൽ, ഫോണ്ട് സൈസ് അല്ലെങ്കിൽ ഫോണ്ട് സ്റ്റൈല് മാറ്റണമെങ്കിൽ അതും പിവോട്ടിൽ ചെയ്യാനായിട്ട് നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിവോട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് സർ. നോ സർ. ഓക്കെ അല്ലേ? പിവോട്ട് എന്നാണ് സമ്മീഫ് നമ്മൾ പല ഇക്വേഷൻസ് ഇട്ട് ചെയ്തതുപോലെ തന്നെ, അല്ലെങ്കിൽ സമ്മീഫസ് പല ഇക്വേഷൻസ് ഇട്ട് ചെയ്തതുപോലെ we can simply present this. പിവോട്ടിൽ എടുത്തിട്ടിട്ട് സം ഓർ കൗണ്ട് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് ചെയ്യാൻ പറ്റും. ലിങ്കുകളൊന്നും ഉണ്ടാവില്ല. ഇഷ്യൂ എന്ന് പറയുന്നത് ലിങ്കുകളൊന്നും ഉണ്ടാവില്ല. ബട്ട് ബാക്കി ഫോർമാറ്റിംഗ്, ബാക്കി ഡാറ്റയൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ നമുക്ക് ചാർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിവോട്ട് ചാർട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. ഈ പിവോട്ട് ടേബിളിൽ നിന്ന് നമ്മൾ വേറൊരു ഷീറ്റിലേക്ക് ലിങ്ക് കൊടുക്കുമ്പോൾ, അതായത് നോർമലി ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ യൂസ് ചെയ്യണം. ബിക്കോസ് നോർമൽ പേസ്റ്റ് അവിടെ പക്ഷെ വർക്ക് ചെയ്യുന്ന വരത്തില്ല. ഓക്കെ, ഓക്കെ അല്ലേ? യെസ് സർ. ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് അഡീഷണലി പറഞ്ഞു തരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഫങ്ഷൻസ് അല്ല. കാരണം പിന്നെ ഓൾറെഡി കുറെ ഫങ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഷോർട്ട് കട്ട്സിനെ കുറിച്ചാണ്. ഷോർട്ട് കട്ട്സിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് ഷോർട്ട് കട്ട്സ് നമ്മുടെ സെഷനിൽ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് മോർ ദാൻ ദാറ്റ് നമുക്ക് സെഷൻസ്, അതായത് ഫങ്ഷൻസ് അറിയാമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ലേൺ ദ ഷോർട്ട് കട്ട്സ്. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സൽ എടുക്കുമ്പോൾ ഓൾട്ട് ഫംഗ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓൾട്ട് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓൾട്ട് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കും, നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന പല ഷോർട്ട് കട്ട്സിൻ്റെയും ബേസ് ഈ ഓൾട്ട് എന്ന് വരുന്നതാണ്. ഇപ്പം നമ്മുടെ ഓൾട്ട് H ഞെക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ഫംഗ്ഷൻസിന്റെ ഷോർട്ട് കട്ട്സ് അവിടെ തന്നെയുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കട്ട്, കൺട്രോൾ എക്സ് സി, ആ സാധനങ്ങൾ കട്ട് കോപ്പി. ഫോർമാറ്റ് പെയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫോർമാറ്റ്, നമ്മുടെ പേസ്റ്റ് സ്പെഷ്യലിലെ ഫോർമാറ്റ്സ് പേസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫോർമാറ്റ്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഏത് ഡാറ്റയിലാണോ ആ സെയിം ഫോർമാറ്റ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങോട്ട് പേസ്റ്റ് പോലെ ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമാറ്റ് വരും. അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഫംഗ്ഷൻസിന്റെയും ഷോർട്ട് കട്ട്സ് അതിന്റെ മുകളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം അലൈൻമെന്റ്, സെൽ അലൈൻമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പം കാണിച്ചു തരാം. ഇത് എൻ്റെ പേരാണ്, എൻ്റെ പേരുണ്ട് ഓൾട്ട് H. എനിക്ക് ലെഫ്റ്റ് റൈറ്റ് അലൈൻ ആണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. ഓൾട്ട് HAR അവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾട്ട് H. നിങ്ങളിവിടെ ഇതിന്റെ മുകളിൽ പോയി ഒന്ന് കർസർ വെക്കുകയാണെങ്കിൽ അലൈൻ റൈറ്റ്, അലൈൻ സെന്റർ, അലൈൻ ലെഫ്റ്റ്, എല്ലാ ഷോർട്ട് കട്ട്സും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് പഠിക്കാൻ പറ്റും. ഫങ്ഷൻസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഓൾട്ട് HAL എനിക്ക് ലെഫ്റ്റ് അലൈൻ ചെയ്യാം. ഹോൾഡ് ആക്കണം, കൺട്രോൾ B ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ B നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്. ഇവിടെ ഓൾട്ട് H പ്രസ് ചെയ്യാണ് നിങ്ങൾക്ക്, പക്ഷെ ഓൾറെഡി ഉണ്ട് ഇവിടെ തന്നെ. ഇത് 1 2 3, പക്ഷെ അത് നമുക്ക് ഓൾറെഡി ഷോർട്ട്സ് അറിയാവുന്നതായത് നമുക്ക് അത്രയും ലെങ്തി ഷോർട്ട് കട്ട്സിലേക്ക് പോകണമെന്നില്ല. സോ പെർസെൻറ്റേജ് ആയിരിക്കണം, ഓൾട്ട് HP അടിച്ചാൽ മതി, പെർസെൻറ്റേജ് ആയി. നമ്പർ ഫോർമാറ്റ്സ് ആക്കണം, ഓൾട്ട് HK അടിച്ചാൽ മതി. അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫിൽറ്റർ എടുത്തു, ഡാറ്റ ഫിൽറ്റർ എടുത്തു, ഓൾട്ട് A ഡാറ്റയിലാണ് കിടക്കുന്നത്. അതിനകത്ത് ഫിൽറ്റർ, സോർട്ട്, അങ്ങനെ നമുക്ക് അറിയാവുന്ന എല്ലാ ഫങ്ഷൻസ്, ടെക്സ്റ്റ് കോളം, വാലിഡേഷൻ എറേഴ്സും കൂടെ ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ഞാൻ അത് രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ട്, വാലിഡേഷൻ എറേഴ്സും അതുപോലെ
കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് ഓൾട്ട് എന്ന് പറയുന്ന ഒറ്റ ഫംഗ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ഷോർട്ട് കട്ട്സും പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നമ്മളിപ്പം നോർമലി CA പഠിക്കുന്നത് പോലെ ഇന്റർ അല്ലെങ്കിൽ ഫൈനൽ പഠിക്കുന്നത് പോലെ നമുക്ക് സ്വയമായിട്ട് പഠിക്കാൻ പറ്റും. ഇത് എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ട് നമുക്ക് റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതിന് നമുക്ക് ആദ്യം ഹോമിൽ നിന്ന് തുടങ്ങാം. ഹോമിൽ ഇത്രയും ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഹോമിന് ശേഷം നിങ്ങൾക്ക് അടുത്തത് N നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് N ഇപ്പോൾ പിവോട്ട് ടേബിൾ ഉണ്ട്. അതുപോലെ നമ്മുടെ നെക്സ്റ്റ് സാധനങ്ങൾ നമുക്ക് അറിയുന്ന സാധനങ്ങൾ, ബാക്കിയൊക്കെ കുറച്ച് നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് ലെവലിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. യു ക്യാൻ ലേൺ ദാറ്റ്. ചുമ്മാ ഇതൊക്കെ കഴിഞ്ഞാലും ആര് പറഞ്ഞു തന്നാലും ഇല്ലെങ്കിലും യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ യുവർ റിക്വയർമെന്റ്. ഗൂഗിൾ വിൽ ഷോ. If you want to compare two datas, Google how to compare two datas in Excel. They'll show some result. They'll show the result. Okay. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് എവറിത്തിങ് ഈസ് ഇൻ ഗൂഗിൾ. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറ്റും. ബട്ട് വി ഷുഡ് നോ ദർ ഇസ് എ ഫംഗ്ഷൻ. അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് പുതിയ ഫംഗ്ഷൻസ് പഠിക്കേണ്ട സമയത്ത് ചുമ്മാ നിങ്ങളുടെ റിക്വയർമെന്റ് ഗൂഗിൾ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നത്, നിയറസ്റ്റ് പെട്രോൾ പമ്പ് നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നിയറസ്റ്റ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് എവർ കീവേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് മാത്രം നമ്മുടെ റിക്വയർമെന്റ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാവുന്ന കേസുകളുണ്ട്. യു കെൻ ഈസിലി ലേൺ തിങ്സ്. ഓക്കെ, അപ്പം ഷോർട്ട് കട്ട്സ് നിങ്ങൾ ഇങ്ങനെ ഷോർട്ട് കട്ട്സ് ഞാൻ പറയാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഓൾറെഡി ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ചില ആൾക്കാർ Alt AT ഫിൽറ്ററിന്റെ ഷോർട്ട് കട്ട് വേറെ രീതിയിലായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു കേസിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ഒരു ഫിൽറ്റർ കാണാൻ പറ്റും. സോർട്ട് ആൻഡ് ഫിൽറ്റർ Alt HS ഉണ്ടോ, ഒരു HSF. ഇതൊരു ഷോർട്ട് കട്ട് ആണ് ഫിൽറ്ററിന്റെ. ഞാൻ യൂസ് ചെയ്യുന്നത് Alt AT ആണ്. ഇറ്റ് സിമ്പിൾ. ഇവിടെ ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. വിച്ച് ഈസ് ഒന്ന് രണ്ട് സ്റ്റെപ്പ് കുറവാണ്. ഇഫ് യു തിങ്ക് AT ഈസ് ബെറ്റർ യൂസ് ദാറ്റ്. അല്ലെങ്കിൽ ഇപ്പം ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് യുവർ എക്സിസ്റ്റിംഗ് തിങ് നമ്മൾ അത് യൂസ് ചെയ്യാം. ഓക്കെ, ഷോർട്ട് കട്ട്സ് നിങ്ങൾ സ്വയമായിട്ട് ലേൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് എന്ന് പറയുന്നത് വാലിഡേഷൻ ആണ്. ഞാനത് നിങ്ങൾക്ക് സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. അതായത് നമ്മൾ എന്തെങ്കിലും ഡാറ്റ സ്വീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു ഡാറ്റയിൽ നമ്മൾ ഇന്റന്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉണ്ടോ എന്ന് നമുക്ക് സിംപിളി ചെക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നമ്മൾ ഫസ്റ്റ് തൊട്ടേ ചെയ്ത രണ്ട് സാധനങ്ങൾ, അതായത് പേസ് സ്പെഷ്യൽ ആണ് Alt ESV, ഞാൻ വാല്യൂ പേസ്റ്റ് ആണ് ചെയ്യുന്നത് Alt AM. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തു. ഇത് GST റേറ്റ്സ് ആണ്. എൻ്റെ ക്ലയന്റ് എനിക്ക് GST റേറ്റ്സ് അയച്ചു തന്നിട്ടുണ്ട്. ഓരോ ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള GST റേറ്റ്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഒരു ഇത് മാത്രം, ഒരു ഡാറ്റ മാത്രം ഞാൻ തെറ്റിച്ചിടാണ്. ഓക്കെ, ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചിടുന്നതാണ്. ടു ഷോ ഹൗ ദിസ് വാലിഡേഷൻ ഫംഗ്ഷൻ വർക്ക്സ്. ഞാൻ എൻ്റെ ഡാറ്റ, എനിക്ക് വാലിഡേറ്റ് ചെയ്യേണ്ട ഡാറ്റ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ വാലിഡേഷൻ, അതായത് ഡാറ്റയിൽ വാലിഡേഷൻ എന്ന് പറയുന്നത്, ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, കീ ഉണ്ട്. ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്തു. ഇഫ് യു ലുക്ക് ഇൻ ടു ദാറ്റ്, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഡ്രോപ്പ് ഡൗണിൽ. നമുക്ക് വാലിഡേറ്റ് ചെയ്യാം, എനി വാല്യൂ ചെയ്യാം, ഹോൾ നമ്പർ ചെയ്യാം, വിച്ച് ഈസ് ഡെസിമൽസ് വരില്ല, ഡെസിമൽസ് അലൗ ചെയ്യാം. ഓൾസോ വി ക്യാൻ ഒരു ലിസ്റ്റിലുള്ള ഡാറ്റ, ഫോർ എക്സാമ്പിൾ നമ്മുടെ GST റേറ്റ്സ് 4 റേറ്റ്സ് അല്ലെങ്കിൽ 5 റേറ്റ്സ്, അപ്പൊ TDSന്റെ റേറ്റ്സ്, ആ റേറ്റ്സ് മാത്രമേ നമ്മൾ പെർട്ടിക്കുലർ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പ്രിഫിക്സ് ചെയ്ത് വെക്കുന്ന ഡാറ്റ മാത്രമേ ആ ലിസ്റ്റിൽ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ലിസ്റ്റ് ആയിട്ട് എടുക്കാം. ഡേറ്റ് മാത്രം, ഡേറ്റ് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, ആൾക്കാരുടെ പേരൊന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല. ടൈം മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ GST നമ്പർ അല്ലെങ്കിൽ പാൻ നമ്പർ എൻ്റർ ചെയ്യുന്ന കോളത്തിൽ വി ക്യാൻ ലിമിറ്റ് ദ ടെക്സ്റ്റ് ലെങ്ത് ടു 10. 11 എണ്ണം എൻ്റർ ചെയ്യാൻ സമ്മതിക്കില്ല, 9 എണ്ണത്തിൽ നിർത്താൻ സമ്മതിക്കില്ല. So if you're procuring some data from a client, we can insert data validation so that അവർ തരുന്ന ഡാറ്റ കറക്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതർ ദാൻ നമ്മൾ ഇത് പാൻ നമ്പർ ഒരു പക്ഷേ മാറിപ്പോവാം, വിച്ച് ഈസ് മാനുവൽ എറർ, ബട്ട് നമ്പേഴ്സ് കുറഞ്ഞു പോകില്ല. 9 എണ്ണം ആവുന്നതിന് മുന്നേ അല്ലെങ്കിൽ 11 എണ്ണം ആവുന്നതിന് മുന്നേ അവിടെ ഡീറ്റെയിൽസ് കൊടുക്കും. സോ ഞാനിവിടെ ലിസ്റ്റ് എടുത്തു. ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്, ഇപ്പോൾ ലിസ്റ്റിന് പകരം ഞാനിവിടെ
ഹോൾ നമ്പർ ആണ് കൊടുക്കുന്നതെങ്കിൽ അവർ ചോദിക്കും ബിറ്റ്വീൻ ഇന്ന തൊട്ട് ഇന്ന വരെ, അല്ലെങ്കിൽ ടൈം ആണെങ്കിൽ ഇന്ന ടൈം വെച്ച് ഇന്ന ടൈം വരെ, അല്ലെങ്കിൽ ഈക്വൽ ടു. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ടെക്സ്റ്റ് ലെങ്ത് ലെസ് ദാൻ നമുക്ക് 10 സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ടതിനനുസരിച്ച്. ഇപ്പൊ ഈ ഒരു കേസിൽ ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് ആണ് കാണിച്ചു തരുന്നത്. ലിസ്റ്റ് ഞാൻ എടുത്തു, ബ്ലാങ്ക് ഇഗ്നോർ ചെയ്തു, ഡ്രോപ്പ് ഡൗൺ ഇൻസെൽ ഡ്രോപ്പ് ഡൗൺ ആണ്, അതായത് നമുക്ക് ഡ്രോപ്പ് ഡൗൺ പോലെ തന്നെ വരും. എന്നിട്ട് അതിന് നമ്മൾ സോഴ്സ് ഡാറ്റ, ഏത് ഡാറ്റയാണ് നമുക്ക് വാലിഡേറ്റ് ചെയ്യുന്നത് ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ ഓൾറെഡി അവിടെ ഡാറ്റ എൻ്റർ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഞാൻ വാലിഡേഷൻ ഇട്ടു. സോ ഇത് ഓൾറെഡി തന്ന ഡാറ്റ ആയതുകൊണ്ട് ഇതിനകത്ത് വാലിഡേഷൻ ഇട്ട് കഴിഞ്ഞാൽ എറേഴ്സ് അങ്ങനെയല്ല വരും. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഉള്ള ഡാറ്റയിൽ നമുക്ക് എറർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കിൾ ഇൻവാലിഡ് ഡാറ്റ, അതായത് വാലിഡേഷനകത്ത് തന്നെ ഡാറ്റയ്ക്കകത്ത് വാലിഡേഷൻ തന്നെ സർക്കിൾ ഇൻവാലിഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഞാൻ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോറി 2 സെല്ല് വന്നിട്ടുണ്ട്, ഡാറ്റ സെലക്ട് ചെയ്തപ്പോഴത്തെ ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ വാലിഡേഷൻ ഇട്ടു. എനിക്ക് വാലിഡേഷൻ വേണ്ടതെന്ന് പറയുന്നത് ഈ റേറ്റിൽ മാത്രമാണ്. സോ ഞാൻ ആ കോളം മാത്രം സെലക്ട് ചെയ്തു, ഡാറ്റ വാലിഡേഷൻ ഇട്ടു. ഇതുപോലെ തന്നെ ലിസ്റ്റ് എല്ലാം സെയിം ആണ്, ഞാൻ ഓക്കെ അടിച്ചു. ദെൻ ഞാൻ ഏതിലാണ് വ്യത്യാസം, ഏതിലൊക്കെയാണ് ചേഞ്ചസ് ഉണ്ട് എന്ന് എനിക്കറിയാം. സർക്കിൾ ഇൻവാലിഡ് ഡാറ്റ കൊടുക്കുമ്പോൾ തൽക്കാലം ഇത് ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, റെഫറൻസ് ഇഷ്യൂ ആണ്. നമ്മുടെ ഏതൊക്കെ ഡാറ്റയിലാണ് ആ വ്യത്യാസം ഉള്ളത്, ആ ഡാറ്റ, ആ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡാറ്റ നമുക്ക് അത് ഔട്ട്പുട്ട് ആയിട്ട് വരും. ഇനി ഇവിടെ ഞാൻ വേറൊരു ഡാറ്റയിൽ പോയിട്ട് 17 ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് ഡാറ്റ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്. ഞാൻ ഇവിടുത്തെ 180 മാറ്റിയിട്ടു, ഞാൻ ഡാറ്റ വാലിഡേഷൻ ഇട്ടതിന് ശേഷം ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ഡാറ്റയാണ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ, അതായത് അത് എൻ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 15 മാത്രം മാറ്റി ഇവിടെ 12 ആക്കണമെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. അതായത് ഒരു ഡാറ്റയിലുള്ളത് മാറ്റി വേറൊരു ഡാറ്റ ആക്കുന്ന സമയത്ത് നമുക്ക് പറ്റും. അതുപോലെ എറേഴ്സ് ഉണ്ടെങ്കിൽ ആ റെഡ് സർക്കിൾസ് വരും. പ്ലസ് ഇതിന് ശേഷം നമ്മുടെ ഈ വാലിഡേഷൻ്റെ എറർ കളയണമെങ്കിൽ ഡാറ്റ വാലിഡേഷനിൽ തന്നെ പോയിട്ട് ക്ലിയർ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇതിന് ശേഷം എനിക്കിവിടെ 17 ആക്കുന്നതിൽ ഇഷ്യൂ ഇല്ല. ഓക്കെ, ഡാറ്റ വാലിഡേഷൻ ആണ് ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഡാറ്റ ഇപ്പം നമ്മളൊരു പബ്ലിക് ഡാറ്റ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡാറ്റ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു നമ്മളൊരു എന്തെങ്കിലും ഡാറ്റ കളക്ഷനോ, അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ ഒരു പരിപാടിക്ക് ഫോൺ നമ്പർ കളക്ട് ചെയ്യുന്ന നമ്മൾ എക്സലിലാണ് ഇടുന്നതെങ്കിൽ നമുക്കത് വി ക്യാൻ വാലിഡേറ്റ് ഇറ്റ് ടു 10 സോ ദാറ്റ് ഒരാളുടെ പോലെ നമ്പർ, അതായത് എണ്ണം കുറഞ്ഞ് 9 ഡിജിറ്റ്സ് ആയി പോയത് കൊണ്ട് ഒരാൾക്ക് പോലും ആ കമ്മ്യൂണിക്കേഷൻ കിട്ടാതിരിക്കില്ല. അത് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 6 o'clock 6:10 ആയിട്ടുണ്ട്. ഒരു ഫംഗ്ഷനും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. ഓക്കെ, ഒരു പരിധിയിൽ കൂടുതൽ ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും ഇറ്റ്സ് വെരി 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 ടയറിംഗ് തിങ്. നമ്മൾ ഇതെടുത്തു. എനിക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതായത് കുറച്ചും കൂടെ ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങിയ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മളൊരു വെരിഫിക്കേഷൻ പാർട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയാസ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വരേണ്ട സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. നമ്മളിപ്പം ഈ ഫുൾ സാധനങ്ങളിൽ ടോപ്പ് 10 പാർട്ടീസിനെ നമുക്ക് വെരിഫൈ ചെയ്യാമെന്ന് വിചാരിക്കാം. സോ ഹോമില് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഹൈലൈറ്റ് സെൽസ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന ആദ്യമാണ്. ചീസ് ഗ്രേറ്റർ ദാൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗ്രേറ്റർ ദാൻ ഇത്രയുള്ള വാല്യൂസിനെ ഞാനതൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഗ്രേറ്റർ ദാൻ 1 lakh ഉള്ള എല്ലാവരെയും
ഗ്രേറ്റർ ദാൻ 1 lakh ഉള്ള കേസുകളിൽ നമുക്ക് സെലക്ട് ചെയ്യാം. 1 lakh നമ്മുടെ ഫോർമാറ്റ് കൊടുത്തു. ഇനി എങ്ങനെ വേണം എന്നുള്ളത്, ലൈറ്റ് റെഡ് ഫിൽ അല്ലെങ്കിൽ യെല്ലോ വേണ്ട, ഗ്രീൻ എടുക്കുകയാണെങ്കിൽ ഗ്രീൻ ഫിൽ വിത്ത് ഡാർക്ക് ഗ്രീൻ ടെക്സ്റ്റ്, അല്ലെങ്കിൽ നമുക്കിവിടെ കസ്റ്റം ചെയ്യാം എങ്ങനെ വേണം എന്നുള്ളത്. സോ വര വേണം, അല്ലെങ്കിൽ കളർ ഇങ്ങനെ റെഡ് കളർ വേണം, സ്ട്രൈക്ക് ത്രൂ വേണം, ഓർ ഇറ്റാലിക്കിലായിരിക്കണം. സോ വി ക്യാൻ ചൂസ് ദാറ്റ്. നമ്മളത് ചൂസ് ചെയ്ത് നമ്മളത് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ പെർട്ടിക്കുലർ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന ആ ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള മാത്രം സെല്ലുകൾ നമ്പേഴ്സ് അവിടെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിൽ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് തന്നെ ലെസ് ദാൻ നമുക്ക് എടുക്കാം, ബെറ്റ്വീൻ എടുക്കാം, ഈക്വൽ ടു എടുക്കാം. ടെക്സ്റ്റ്, ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ്, ഇപ്പോൾ GST നമ്പറിലെ 32 മാത്രമുള്ള GST നമ്പേഴ്സ് എടുക്കണമെങ്കിൽ അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓർ നമുക്ക് മോർ ദാൻ, നമുക്ക് എന്താണോ വേണ്ടത്, മോർ റൂൾസ് എന്തെങ്കിലുമൊക്കെ അഡീഷണലി നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അതിവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണിത്. നെക്സ്റ്റ് കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ തന്നെ ഹൈലൈറ്റ് അല്ലാതെ, അതായത് നമ്മൾ കൊടുക്കാതെ ഓൾറെഡി പ്രീഫിക്സ് ചെയ്ത കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ടോപ്പ് 10 ഐറ്റംസിന് ഹൈലൈറ്റ് ചെയ്ത് വരും, ടോപ്പ് 10% വരും. അതായത് ഈ ടോട്ടൽ സമ്മിലെ 10%, ഞാൻ 10% എനിക്ക് കാണിച്ചു തരാം. ടോപ്പ് 10% വരുന്ന ഡാറ്റയെ ഔട്ട്പുട്ട് ആയിട്ട് വരാനാണ് ടോപ്പ് 10% യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ടോപ്പ് 10% നമുക്ക് സെലക്ട് ചെയ്യാം. ഇതായിരിക്കും ആ ടോപ്പ് 10% വരുന്ന ആൾക്കാർ. അത് മൊത്തം 1.16ന്റെ 10%ഓളം വരുന്നത്, 10%നേക്കാളും കൂടുതൽ വരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് അഡീഷണൽ ഉണ്ട്, കളർ സ്കെയിൽസ് വെച്ചിട്ട് ഓരോരോ മാറ്റങ്ങൾ, ഡാറ്റ ബാസ് കൂടുന്നതിനനുസരിച്ച് മാറി ടോട്ടലായിട്ടുള്ള ഒരു കമ്പാരിസൺ ഇട്ട് കൊടുക്കുന്നതുണ്ട്. ഇതൊന്നും അല്ല, നമുക്ക് പുതിയ റൂൾസ് സെറ്റ് ചെയ്യാവുന്നതാണ്, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ പറയാനുള്ളത്.